കന്യാമറിയമേ ആമേൻ. എത്രയും സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്റെ ആഹാരം ഞങ്ങൾക്ക് ഇറങ്ങണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലവനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരെനിക്കായി പോകുമെന്നൊരു ധ്വനിയൻ കൃത്തിൽ മുഴങ്ങി, ആരൻ മൊഴിയായി തീരുമെന്നൊരു മൃദുല സ്വരം ഞാൻ കേട്ടു. ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ഞാൻ പോകാം നാഥ, ഞാൻ പോകാം, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ലോകമെങ്ങും പോയിടാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു. സുവിശേഷമായി തീരാനവനൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു, എൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു. സുവിശേഷമേകാൻ സാക്ഷ്യമാകാൻ ഭാരതമണ്ണിലിറങ്ങിടാം. സുവിശേഷമേകാൻ സാക്ഷ്യമാകാൻ ഭാരതമണ്ണിലിറങ്ങിടാം. അക്രമവും ശത്രുതയും ദൂരയകറ്റും സുവിശേഷം, സ്നേഹത്തിൻ വിരളത നീക്കി ദാഹമകറ്റും സുവിശേഷം. അക്രമവും ശത്രുതയും ദൂരയകറ്റും സുവിശേഷം, സ്നേഹത്തിൻ വിരളത നീക്കി ദാഹമകറ്റും സുവിശേഷം. സർവജനത്തിനുമേകാനായി ഞാൻ പോകാം നാഥാ, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. സർവജനത്തിനുമേകാനായി ഞാൻ പോകാം നാഥാ, ലോകമെങ്ങും നിൻ സുവിശേഷം പങ്കുവച്ചിടുവാൻ. ലോകമെങ്ങും പോയിടാൻ ക്രിസ്തു നമ്മെ വിളിക്കുന്നു. സുവിശേഷമായി തീരാനവനൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു, എൻ ഹൃത്തിൽ മന്ത്രണമേകുന്നു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 9, 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ
അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ്സായി ഇത് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ മറ്റാരുടെയോ നിയോഗം അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലമന്യേ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള സംതൃപ്തി മാത്രം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് ഈ മിസ്സിയ കുടുംബത്തിൽ ചേർത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സുവിശേഷ പ്രഘോഷണം മാമോദീസ സ്വീകരിച്ച് ഓരോ വ്യക്തികളുടെയും കടമയാണെന്ന് തിരിച്ചറിയാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് വിജ്ഞാനവും വിവേകവും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകൾ നയിക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ശ്രവിക്കുന്ന എല്ലാ മക്കളും സുവിശേഷ പ്രഘോഷണം എന്ന കടമ ഏറ്റെടുത്ത് നടത്തുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ ആത്മീയ പിതാവിനെയും ആനിമേറ്റർ അച്ഛനെയും ടീം ലീഡർ ആലിസൂട്ടി ആന്റിയെയും സമാപന ആശീർവാദത്തിനായി കടന്നു വന്നിട്ടുള്ള മറ്റു വൈദികരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മിസ്സിയോസും പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ സജീവവും ഊർജ്ജസ്വലവും ജീവദായകവുമാണല്ലോ. അവ പഠിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരസ്പര സ്നേഹത്തിലും ജീവിത വിശുദ്ധിയിലും ജീവിതം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അവിടുത്തെ വിശ്വസ്ദാസരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിച്ച് ഫലദായകങ്ങളാക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളെ ഒരിക്കൽ കൂടി അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിക്കുന്ന ഓരോരുത്തരും ഒരു നല്ല സുവിശേഷ പ്രഘോഷകരായി മാറുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ഇന്ന് ഈ ഓൺലൈൻ കൂട്ടായ്മയിലൂടെ ഒന്നു ചേർത്ത ത്രിയേക ദൈവത്തിന് നന്ദി. മാർക്കോസ് 16:15 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും പ്രസംഗിക്കുവിൻ. ജപമാല മണികളിലൂടെ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ജോൺ ചേട്ടനും കുടുംബത്തിനും നന്ദിയുടെ നറുമലരുകൾ നേരുന്നു. അതിമനോഹരമായ ഗാനാലാപനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവീക ചൈതന്യം കൊണ്ട് നിറച്ച സക്കറിയ ചേട്ടനും നന്ദി. ജീവനേകുന്ന ദിവ്യവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്ന് ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ബെറ്റി ചേച്ചിക്കും ഒത്തിരി നന്ദി. മിസ്സിയയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ മെത്രാനുമായ മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന റവറൻഡ് ഫാദർ മനോജ് വടക്കേടത്ത് അച്ഛനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്സിയോയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ CC ആലീസുകുട്ടി ആന്റിയെയും റിസോഴ്സ് ടീം മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായി തങ്ങളുടേതായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ദൈവത്തോടൊപ്പമായിരിക്കാൻ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൊക്ലമേഷനായി പുഷ്പ ചേച്ചിയെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ,
മാമോദിസ സ്വീകരിച്ച നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുത്ത് ചെയ്യാനായി ഈശോ നൽകിയ വചനമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇതാണ് നമ്മുടെ ദൗത്യം, സഭയുടെ ഏക ദൗത്യം. സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു നൽകിയത് ഉപദേശമല്ല, കൽപ്പനയാണ്. ക്രിസ്തു നൽകിയ ഏറ്റവും ശക്തവും അന്തിമവുമായ കൽപ്പനയാണിത്. തന്റെ മരണത്തിനു മുൻപേ ഈ ദൗത്യം യേശു നൽകുന്നത് കാണുന്നു. വീണ്ടും വിശുദ്ധ മത്തായി 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനത്തിൽ യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വചനത്തിൽ ഉത്ഥാനത്തിന് ശേഷവും ഇതേ ദൗത്യം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന യേശുവിനെ നാം കാണുന്നു. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിൽ സഭാമക്കളായ നാം ഓരോരുത്തരുടെയും പ്രഥമവും പ്രധാനവുമായ കടമയും ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ് സഭ നിലനിൽക്കുന്നത്. കാരണം സഭയെയാണ് ക്രിസ്തു പ്രേക്ഷിത ദൗത്യം പരമേൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് സുവിശേഷവൽക്കരണം? ദൈവം തന്റെ ഏകജാതന്റെ കുരിശിലെ ബലിയിലൂടെ മനുഷ്യകുലത്തെ രക്ഷിച്ചു എന്ന സദ്വാർത്തയാണ് സുവിശേഷം. ഈ സത്യം ലോകത്തെ അറിയിക്കുന്നതാണ് സുവിശേഷവൽക്കരണം. പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് യേശു അയക്കപ്പെട്ടത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് സുവിശേഷം അറിയിക്കാൻ തന്നെയാണ്. ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടവൻ, അതുകൊണ്ട് തന്നെ ആദ്യ പൂർണ്ണ പ്രേക്ഷിതനുമാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനത്തിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അതായത് ശിഷ്യന്മാർ യേശുവിനെ കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചതുമാണ് പ്രഘോഷിച്ചത്. അതുപോലെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ രക്ഷാകര അനുഭവം എല്ലാവരെയും അറിയിക്കേണ്ടിയിരിക്കുന്നു. ഈശോയെ കണ്ടുമുട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയെ കണ്ടുമുട്ടിയവരൊക്കെ പ്രേക്ഷിതരായി മാറുന്നു. സുവിശേഷം ജീവിക്കാതെ പ്രഘോഷിക്കാതെ ഇരുന്നാൽ ദുരിതം ആർക്കൊക്കെ? എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 20 വചനം: എന്തെന്നാൽ ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. യേശുവിനെ കണ്ടുമുട്ടിയവർ പ്രേക്ഷിതരായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. നമ്മൾ അറിഞ്ഞ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് പ്രഘോഷണം. നമുക്കറിയാം, നട്ടുച്ചയ്ക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ വന്ന സമരിയാക്കാരി സ്ത്രീയോട് ഈശോ വെള്ളം ചോദിക്കുന്നതുമൊക്കെ. ആ നിമിഷം ആ സ്ത്രീ അവിടെ നിന്നും തിടുക്കത്തിൽ ഓടുകയാണ്. ഞാൻ യേശുവിനെ കണ്ടു. സമരിയ ഗ്രാമം മുഴുവനോടും താൻ അനുഭവിച്ചറിഞ്ഞ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഒരു ജീവിത ശൈലിയാകണം. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ഒരു ആവേശമാണ് ഉണ്ടായിരിക്കേണ്ടത്. 1 കൊരിന്തോസ് 9-ാം അധ്യായം 16-ാം വചനത്തില് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്റെ കടമയാണ് എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. സുവിശേഷം പ്രസംഗിച്ചത് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനോ മഹത്വത്തിനോ അല്ല, എന്റെ ജീവിത ദൗത്യമാണെന്ന് വീണ്ടും പൗലോസ്ലീഹ ഇവിടെ തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനും കർത്താവുമാണെന്നുള്ള സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് നമ്മുടെ ചുറ്റിനും ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിപത്തുകൾക്കും കാരണം. പരിശുദ്ധാത്മാവ് നിറവാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാനം. ജെറുസലേം വിട്ടുപോകരുതെന്നും പരിശുദ്ധാത്മാവ് സഹായകനായി നിറയും വരെ കാത്തിരിക്കണമെന്നും യേശു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ആത്മനിറവോടെ ഭൂമിയുടെ അതിർത്തികൾ വരെ അവർ പോകുന്നതും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികൾ ആയിരിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറയുന്നു. ജെറുസലേം സ്വന്തം ദേശമാണ്, യൂദ ബന്ധു വീടുകളാണ്, സമരിയ വിജാതീയ ഭവനങ്ങളാണ്. അവനവനിൽ നിന്ന് സുവിശേഷം ആരംഭിക്കണം എന്നുള്ളത് പ്രധാനവും. സുവിശേഷം പ്രസംഗിക്കുന്നത് കേവലം വൈദികരുടെയോ സിസ്റ്റർമാരുടെയോ
അൽമായ പ്രേക്ഷിതരുടെയോ ഉത്തരവാദിത്വമല്ല. മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവരുടെയും കടമയാണ്. സുവിശേഷ പ്രഘോഷണം കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെടുന്നതാകണം. യോഹന്നാൻ 20:21 വചനത്തിൽ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമ്മുടെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാനായിട്ട് ആകില്ല. സഭയോട് ചേർന്ന് വേണം ഏക മനസ്സോടെ പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ട്. എല്ലാവരും പറയാറുണ്ട്, എനിക്ക് വലിയ അറിവില്ല, സമയമില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല, തിരക്കാണ്, പിന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ ആവില്ല. സുവിശേഷമായി ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കണം. ബി ജീസസ്, ലിവ് ജീസസ്, പ്രൊക്ലെയിം ജീസസ്. യോഹന്നാൻ 13:35 നാം കാണുന്നു, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന യേശുവിന്റെ എളിമ. സുവിശേഷം ജീവിക്കുക എന്നാൽ അതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ഇതാണ്. നാം സുവിശേഷ പ്രഘോഷണത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ 15:16. വിശുദ്ധ പൗലോസ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം, ആ ഒരു തീഷ്ണത, യേശുവിനായി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി. റോമർ 8:35 നാം കാണുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിന്റെ സ്നേഹം തനിക്കെല്ലാത്തിനും ഉപരിയാണ്. സ്നേഹത്തോടെ സുവിശേഷം പകരാൻ ശക്തമായ ക്രിസ്തുവിന്റെ സമൂഹത്തെ രൂപപ്പെടുത്താൻ പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ സ്വർഗ സൗഭാഗ്യവും നിത്യജീവനും നമുക്ക് ലഭിക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം. കർത്താവിനെ കണ്ടുമുട്ടാത്തവർക്ക് കർത്താവിനെ കൊടുക്കാനാവില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചപ്പരിവഴിയിൽ കർത്താവ് മറിയത്തിന് സുവിശേഷം കൊടുത്തു. ഇനിയും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവര് പറഞ്ഞിട്ടല്ല, പിന്നെയോ ഞങ്ങൾ തന്നെ നേരിട്ട് കാണുകയും ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ടുമുട്ടിയ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതാണ് മിഷൻ. 3 വിധത്തിൽ കണ്ടുമുട്ടാം: വചനം, വിശുദ്ധ കുർബാന, പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, കഫർനാമിലേക്കുള്ള യാത്ര അപകടകരമാണെന്ന് എല്ലാ ശിഷ്യന്മാരും പറഞ്ഞപ്പോഴും തോമാശ്ലീഹ പറഞ്ഞത് എന്താണ്? വരൂ, നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോട് വിശ്വാസത്തോടെ യേശുവിനെ അനുഗമിച്ച തോമാശ്ലീഹയെ പോലെ സധൈര്യം നമുക്കും മുന്നേറാം. മനുഷ്യരോട് മാത്രമല്ല, സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും സുവിശേഷം പ്രസംഗിക്കണമെന്ന് നമ്മെ പരിശീലിപ്പിക്കുന്ന മിസ്യ ഭവനിലെ റെസിഡൻഷ്യൽ കോഴ്സ് ക്ലാസ്സുകളിൽ ആലിസ് കുട്ടി ആന്റിയും ടോമിച്ചൻ ചേട്ടനും പറയുകയുണ്ടായി. വളരെ സംശയത്തോടു കൂടിയാണ് ഞാൻ അന്ന് അത് കേട്ടതും അതിനെക്കുറിച്ച് ചിന്തിച്ചതും. പക്ഷെ 2025 ഞാൻ വെക്കേഷന് നാഗ്പൂരിൽ പോകാനിടയായി. പോകുന്നതിന് മുമ്പ് മസ്ക് മെലൺ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി. അതിന്റെ സീഡ്സ് ചെടിച്ചട്ടിയില് കെറിഗ്മ പറഞ്ഞിട്ട് ഞാൻ കുഴിച്ചിട്ടു. വീട്ടിൽ ആരുമില്ലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്ന സമയം. 22 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചെത്തിയത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമെന്ന് പറയട്ടെ, മറ്റെല്ലാ ചെടികളും ഉണങ്ങിപ്പോയിരിക്കുന്നു. മസ്ക് മെലൻ വളർന്നു പന്തലിച്ച് 2 വലിയ കായ്കൾ അതിലുണ്ടായിരുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. എന്റെ ആദ്യത്തെ ജീവജാലങ്ങളോടുള്ള സുവിശേഷ പ്രഘോഷണത്തിന്റെ അനുഭവം, ദൈവത്തിന്റെ അനന്ത സ്നേഹം, കരുതൽ അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒത്തിരി സന്തോഷമായി. ഇതെനിക്ക് വലിയ ഒരു ധൈര്യമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ ഒരു കൂട്ടുകാരി ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിരുന്നു. BP ഹൈ ആയി, മറ്റ് ചില ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. ഞാന് 2 ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ഒരു ദിവസം പകൽ മുഴുവനും അവൾക്ക് കൂട്ടിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എന്നോട് പങ്കുവെച്ചു കരഞ്ഞു.
വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്ന അവരോട് യേശുവിന്റെ രക്ഷയെക്കുറിച്ച് പറയണമെന്ന് പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ച യേശുവിന്റെ രക്ഷയെക്കുറിച്ചും ഞാൻ അവരോടും മറ്റു രോഗികളോടും സംസാരിക്കുകയുണ്ടായി. കർത്താവിന്റെ നാമമല്ലാതെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും ഇല്ല. അവരെ സാന്ത്വന വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും എനിക്ക് സാധിച്ചു. അവർക്കും വലിയ സന്തോഷമായി. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരു പുഞ്ചിരിയിലൂടെ നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, ഒരു സഹായം, ഒരു നല്ല വാക്ക്, അതിലുപരി നമ്മുടെ ജീവിത പ്രവൃത്തികളിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവകയിൽ ഒരു കൺവെൻഷൻ, പ്രാർത്ഥനാ കൂട്ടായ്മ, പൊതുയോഗം ഇവയൊക്കെ നടക്കുമ്പോൾ അവിടെ വന്ന് ആ കസേരയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ആൾക്കാരെ ക്ഷണിച്ചുമൊക്കെ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുചേരാം. യേശയ്യ 6:8 ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? യേശയ്യ പ്രവാചകൻ മറുപടി പറഞ്ഞു, എന്നെ അയച്ചാലും. നമുക്കും പ്രത്യുത്തരിക്കാം, കർത്താവെ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. അതേ പ്രിയരെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ മാതൃകയാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടുകൊണ്ട് പ്രാവർത്തികമാക്കാം. എല്ലാ ദിവസവും നമ്മൾ നവീകരിക്കപ്പെടണം. കാരണം ഇന്നത്തെ ലോകത്തിൽ ദിനം പ്രതി പാപം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പുതിയ അഭിഷേകം നാം സ്വീകരിക്കണം. നമ്മളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് കത്തിക്കണം. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? യേശു പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ ഈ ഭൂമിയിൽ തന്നെ 100 ഇരട്ടിയായി ഫലം ഈശോ തന്നിരിക്കും. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി കൂടുതൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെയോ 14 പാപ്പ ആഹ്വാനം ചെയ്യുകയുണ്ടായി, സഭ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് അടിയന്തരമായി തിരിയുക. ഇതാണ് വിശ്വാസികളുടെ പ്രധാന ദൗത്യം. ഈ ദൗത്യം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയ വിശുദ്ധിയോടുകൂടി സാധിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രകാശം നൽകിക്കൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു നിത്യജീവനും സ്വർഗരാജ്യവും ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം. നമ്മുടെ ജീവിത പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാം. നമുക്കും ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാകുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമെന്ന് നമുക്ക് പറഞ്ഞു തന്ന പുഷ്പ ചേച്ചി തന്റെ ജീവിതാനുഭവം കൂടെ കോർത്തിണക്കി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷ പ്രഘോഷണം നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. ഒത്തിരി നന്ദി പുഷ്പ ചേച്ചിക്ക്. ജീവിത സാക്ഷ്യം നമ്മോട് പങ്കുവെക്കാനായി എത്തുന്നു സ്മിത ചേച്ചി. താങ്ക് യു ജോയ്സി. എന്റെ പേര് സ്മിത മോൻസി. ഞാൻ ഹ്യൂസ്റ്റണിൽ, ടെക്സസിലെ ഹ്യൂസ്റ്റൺ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മളോട് ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇത് ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞതാണ്. ആ ഒരു ദൗത്യം ശിഷ്യന്മാർ ഏറ്റെടുത്തു. ശിഷ്യന്മാരിൽ നിന്നത് സഭ തന്റെ ഏക ദൗത്യമായിട്ട് ഏറ്റെടുത്ത് സഭ ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മിസ്സിയായി വന്നതിന് ശേഷമാണ് ഞാനൊക്കെ പഠിച്ചത് സഭയുടെ ഏക ദൗത്യമായ ദൗത്യം സഭയിലെ ഓരോ മക്കളുടെയും കടമയാണെന്നുള്ളത്. അത് മാമോദിസ വെള്ളം നമ്മുടെ തലയിലേക്ക് വീഴുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ദൗത്യത്തിൽ നമ്മളും പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളത്. ഇതൊന്നും അറിയാതിരുന്ന ഒരു സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഈശോയെ പ്രഘോഷിച്ചൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ മറ്റുമാണ്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എല്ലാവരും കൂടി ചേർന്നൊരു പ്രെയർ മീറ്റിംഗ്. അപ്പൊ ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തി. ആ സമയത്തും ഒരു പെന്തക്കോസ്തുകാരൻ ഒരു കൊച്ചു നമ്മളോട് എല്ലാവരും കൂടി ഇങ്ങനെ ചോദിച്ചു, ഇന്ന് രാത്രിക്ക് നമ്മളങ്ങ് മരിച്ചു പോയാൽ നമ്മളോട് ചോദിക്കുവാണ്, നിങ്ങളെ സുവിശേഷം പ്രഘോഷിച്ച് ഈശോയെ അറിഞ്ഞ ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അങ്ങനെ ഒരാൾ ഉണ്ടാവുമോ എന്നുള്ളത്.
ശരിക്കും ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, അങ്ങനെ ഒരാളെ എനിക്ക് കാണിച്ചു കൊടുക്കാനില്ല. അപ്പൊ എന്നെ അത് വല്ലാതെ അങ്ങ് സ്പർശിച്ചു ആ ഒരു സാധനം. എനിക്ക് രാത്രി മുഴുവൻ ഇത് തന്നെയാണ് ഒരു ചിന്ത, ഞാൻ അങ്ങനെ ഒരാളെ എനിക്ക് കാണിച്ചു കൊടുക്കാനിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് അങ്ങനെ ഒരാള് വേണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പം ഞങ്ങൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരാഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബായി എന്ന് പറഞ്ഞാൽ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഒരു ബായി എന്നാണ് വിളിക്കുന്നത്. ബായിയുടെ അവർക്ക് ഈശോ അറിയാനായിട്ട് സാധ്യത കുറവാണ്, കാരണം മിക്കവാറും വില്ലേജിൽ നിന്ന് വരുന്നവർക്കൊക്കെ അങ്ങനെ അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊരിക്കലും ഈശോയെ പറ്റി കേട്ടുണ്ടാകാൻ സാധ്യതയില്ല, അപ്പൊ ഈശോയെ പറ്റി ഇവരോടത്ത് പറയാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പറയാനായിട്ട് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല, ഹിന്ദിയിലൊക്കെ പറയണം. അതുകൊണ്ട് ഞാൻ ഒരു പോൾ ദിനകരന്റെ ഒരു ജീസസ് കോൾസ് എന്ന് പറയുന്ന ഒരു ബുക്കും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഈ ബായി ഒന്ന് ഫ്രീ ആവാനായിട്ട്, എന്നിട്ട് ബായിയുടെ അടുത്ത് പറയണം. പക്ഷേ അവര് ഫ്രീ ആയി, ഞാൻ വലിയ ആകാംക്ഷയോട് ഓടിച്ചെന്നിട്ട് ഞാനിങ്ങനെ ഈ ബുക്ക് കാണിച്ചിട്ട് ഞാൻ ഈശോയെ പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവരെന്നോട് ഇങ്ങോട്ട് ഈശോയെ പറ്റി, കാരണം അവർ ഈ പോൾ ദിനകരന്റെ ഒരു ധ്യാനം കൂടിയിട്ട് അവർക്ക് അവരുടെ ബാക്ക് പെയിൻ ഒക്കെ ഹീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്നെക്കാട്ടിലും കൂടുതൽ ഈശോയെ പറ്റി പറയാണ്ട് അറിയാം, അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ആദ്യം എനിക്കറിയില്ല ലോകത്തിൽ ആരെങ്കിലും ഈശോയെ പറ്റി അറിഞ്ഞതിനെ ഓർത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യവും വന്നു ഈശോയുടെ. കാരണം എനിക്ക് ആകെ പറയാൻ പറ്റിയ ഒരാള് ഈ ആളാണ്. ആ ആള് നേരത്തെ തന്നെ ഈശോ അറിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ ഈശോയുടെ വഴക്കായി. ഞാൻ ഈശോയോട് ചോദിച്ചു, എനിക്ക് ആകെ പറയാൻ പറ്റിയ ഒരാൾ ഇതല്ലായിരുന്നു, ഞാൻ പറയുമ്പോ ആദ്യമായിട്ട് ഇതിൽ കേട്ടാൽ മതിയായിരുന്നല്ലോ, എന്തിനാ ഈ ബായിനെ നേരത്തെ ഈശോയെ പറ്റി അറിയാൻ ഇടയാക്കിയതെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എന്റെ മനസ്സിലങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ ആയി. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ അടുത്ത് പറയും. അങ്ങനെ അപ്പൊ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ അവിടെ ഒരു വലിയ അപകടം നടന്ന ഒരു ഫാമിലിയിൽ തന്നെ 3-4 പേര് അഡ്മിറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോ അവരില് ഒരു അങ്കിള് ഒരു എത്തിയസ്റ്റ് ആണ്. അങ്കിള് പക്ഷെങ്കിൽ സൈക്കോളജിയിലാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു വിശ്വാസമൊക്കെ. അപ്പം ആ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. അപ്പൊ എന്നോട് എപ്പോഴും വന്നിങ്ങനെ വർത്താനം സൈക്കോളജിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് വന്നിങ്ങനെ സംസാരിക്കുന്ന ഒരു ശീല അങ്കിളുണ്ട്. അവരുടെ ഫാമിലി കുറെ നാളായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരൻ ഇന്ന് വൈകുന്നേരം ഞാനൊന്ന് ഫ്രീ ആയപ്പം സൈക്കോളജി അതിന്റെ ഒരു സബ്ജക്റ്റുമായിട്ട് എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കും. എന്റെ മനസ്സിൽ ഈശോയായിട്ടുള്ള വഴക്ക് നടന്നുകൊണ്ടിരിക്കുക, എന്തിനാണ് ഈ ബായി നേരത്തെ ഈശോയെ അറിഞ്ഞാൽ ഇനി ആരുടെ അടുത്ത് പറയുന്നുള്ള ഒരു ഫൈറ്റ് എന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാന് ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഇരുന്ന ചേച്ചി പറഞ്ഞു, ഇവൾക്ക് ഈ കൊച്ചിന് എന്താ ഇന്ന് പറ്റിയെന്ന് ചോദിച്ചപ്പോ ആ ചേച്ചി പറഞ്ഞു, ഈ ബായി വായിക്കാത്ത കൊണ്ടാ പ്രശ്നമെന്നാ എനിക്ക് മനസ്സിലാകുന്നത്, അതുമ്പോ മുതൽ ആള് വളരെ സൈലന്റ് ആണെന്ന് പറഞ്ഞു. ഇത് വായിച്ച നിന്റെ പ്രശ്നം തീരുമോ, എങ്കിൽ ഞാനിത് ബുക്ക് വായിക്കാന്ന് പറഞ്ഞ് ആ ആളെ ബുക്ക് എടുത്തോണ്ട് പോയി വായിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഇത് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ ആള് ബുക്ക് വായിച്ചിട്ട് പറഞ്ഞു, അതിനകത്ത് കുറെ മിറക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി എഴുതുന്ന, ഇങ്ങനെയൊക്കെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനപ്പോ ഈശോയെ പറ്റി അയാൾക്ക് ഇങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾക്ക് വിശ്വാസം വരുന്നില്ല അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ളത്. ആ ബുക്ക് അന്ന് രാത്രി അവിടെ ഇങ്ങനെ കിടന്നു. ആ ഫാമിലിയിൽ കുറച്ചുപേർ അഡ്മിറ്റ് ഉണ്ട്. അപ്പൊ അവരുടെ വേറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഈ ബുക്ക് വായിച്ചു. അതിനകത്ത് ഒരു പെൺകുട്ടി ഈ ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് രാവിലെ വന്ന് ചോദിച്ചു, എനിക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനൊന്നുമില്ല, നിന്റെ മനസ്സിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ അതങ്ങനെ പറഞ്ഞാൽ മതി, അതാണ് പ്രാർത്ഥന, ഈശോയോട് വർത്താനം പറയുന്നതാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പഠിച്ചു. കാരണം എനിക്ക് ഹിന്ദിയിൽ അങ്ങനെ നിന്ന് വല്ലാണ്ട് പ്രാർത്ഥിക്കാൻ അത്ര കംഫോർട്ടബിളും അല്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു. കുറച്ചിന്റെ പുറകെ വന്നു. അവിടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്നവർക്ക് കുറെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് ഈ ചായ അനത്താനും കുറച്ച് സ്നാക്സ് ചെറുതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണത്. അപ്പൊ രാവിലെ ആൾക്കാർ അവിടേക്ക് വരുന്ന ഒരു സമയവുമാണ്. ആ സമയത്ത് ഈ കൊച്ചെന്നോട് വീണ്ടും ഈശോയെ പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ 2-3 പേരുടെ നിപ്പുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊന്ന് ഞാൻ എന്താ പറഞ്ഞെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല, എത്ര സമയം പറഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. പിന്നീട് എനിക്ക് ഓർമ്മ വരുമ്പോ എന്റെ മുമ്പിൽ 10-20 പേര് നിപ്പുണ്ട്. ഞാനിങ്ങനെ ഈശോയെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്കൊന്ന് ആ സമയത്ത് സ്വയം മറന്ന് പറയുകയെന്നറിയില്ലേ, എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയത്. കാരണം ബോധത്തോടെയാണെങ്കിൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല, പ്രത്യേകിച്ച് ഹിന്ദിയിൽ ഇങ്ങനെ ഈശോയെ പറ്റി പറയാനായിട്ട്. പക്ഷെ എന്നിട്ട് ഞാൻ
എനിക്ക് ബോധം വന്നപ്പോഴത്തേക്കും ഞാൻ വേഗം വൈൻഡപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചിമാരൊക്കെ പേഷ്യൻസ് റൂമിലേക്ക് പോയപ്പോൾ അവരൊക്കെ ഈശോയെ പറ്റി ഇങ്ങനെ ഇവരോട് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എന്നോട് അവരൊക്കെ ചോദിച്ചു, നീ എന്താ ഈശോയെ പറ്റി ഇവരോട് പറഞ്ഞു കൊടുത്ത്? എല്ലാവരും ഈശോയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല, എനിക്ക് തുടക്കവും അവസാനവും മാത്രമേ ഓർമ്മയില്ല. അതിന്റെ ഇടയ്ക്ക് എന്താ എനിക്ക് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു അറിയാനായിട്ട് ഞാൻ എന്താ പറഞ്ഞെന്ന്. എനിക്ക് അത്ര പോലും എനിക്കൊന്ന് പരിശുദ്ധാത്മാവ് ഞാൻ എത്ര ആഗ്രഹിച്ചപ്പം പരിശുദ്ധാത്മാവ് എന്നെ ഹെൽപ്പ് ചെയ്താന്നു. നീ ഒരാളെ അല്ലേ വേണ്ട, ഞാൻ നിനക്ക് ഒരു 10-20 പേരെ ശരിയാക്കി തരാന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു അങ്കിളിന് വ്യത്യസ്തമായിട്ടുള്ള അങ്കിളിന് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. അപ്പം പുള്ളിക്കാരനെ ഇപ്പൊ എല്ലാ ദിവസവും എന്നോട് സൈക്കോളജിക്ക് പകരം ഈശോയെ പറ്റിയാണ് സംസാരിക്കുക. അപ്പം ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം സംസാരത്തിന് ശേഷം അങ്കിൾ ഒരു ദിവസം എടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കിത് പുള്ളിയുടെ ചില വിഷമങ്ങളിൽ കൂടെ കടന്നു പോയി, എനിക്കൊന്ന് ഇതിനൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ജീസസ് കോൾസിനകത്തുനിന്ന് ദിനകരന്റെ അവിടുത്തെ 24 hour പ്രെയർ ഉണ്ട്. ആ ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ ഈ മനുഷ്യനെ കൊണ്ട് വിളിപ്പിച്ചു, അങ്ങോട്ട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ, ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കൂടെ നിൽപ്പുണ്ട്. അയാൾ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങും. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. കണ്ണുനീരിങ്ങനെ ഒഴുകി അയാളുടെ ഉടുപ്പിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. വളരെ ആചാരമായി നല്ല സാധാരണ മനുഷ്യരെക്കാളും കുറെ പൊക്കവും മണ്ണും ഒക്കെ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടോണ്ട് നിന്ന് അവിടെ കുടുംബാംഗങ്ങൾ കരയാൻ തുടങ്ങി, കണ്ടോണ്ട് നിന്ന് ഞാനും കരയാൻ തുടങ്ങി. അയാൾ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ പറഞ്ഞു, ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒന്ന് ഞാൻ ഈ പ്രാർത്ഥനയിൽ എക്സ്പീരിയൻസ് ചെയ്തു. അതായിരിക്കാം ദൈവം, ആ ഒരു പ്രസൻസ് ആയിരിക്കാം ദൈവം. എന്നിട്ട് അയാൾ പിന്നെ ഈശോയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്തു. അയാളുടെ ഭാര്യയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു ദൈവം ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് ഇയാൾക്ക് തോന്നാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ അയാള് വളരെ അവിടെ കുടുംബങ്ങൾക്കൊക്കെയും വളരെ സന്തോഷമായി. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഞാൻ ഒത്തിരി ഒരാളോട് പറയണമെന്നാണ് എനിക്ക് ഈശോയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ എനിക്ക് വേണം. പക്ഷെ ദൈവം എന്നെ ആ ഒരു ആഴ്ചയോളം ഈശോയെ പറ്റിയുള്ള ഡിസ്കഷൻസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു യൂണിറ്റിൽ നടന്നു. അപ്പൊ അതിലൂടെ ഒരാൾക്ക് പകരം ഈശോ ഒത്തിരി പേരെ എനിക്ക് തന്നു. അപ്പൊ നമ്മള് ഓരോ നമ്മള് വിസിയോടെ തന്നെ ഒരു ആപ്തവാക്യം സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും എന്നുള്ളതാണ്. അപ്പൊ ഈ സുവിശേഷമാകുക സുവിശേഷമേകുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമൊന്നുമില്ല നമുക്ക്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമുക്കത് സാധിക്കും. അപ്പൊ എന്റെ ഒരു കേസിലായാലും ഞാൻ പരിശുദ്ധാത്മാവ് ആണ് സംസാരിച്ചത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എനിക്ക് നല്ല ബോധമില്ല ഞാൻ ഇപ്പോഴും എന്താ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപ ലഭിക്കാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് തിരിച്ചറിയാനായിട്ട് അതൊന്ന് ആളിക്കത്തിക്കാനൊക്കെ മിശിയോ നമ്മളെ ഒത്തിരി സഹായിക്കും. ജനക്കൂട്ടത്തെ മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോയ്ക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പം അവരോട് അനുകമ്പ തോന്നി. അപ്പൊ ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനായിട്ട് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. അപ്പൊ ഈ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിയാലും എന്തുമാത്രം ആൾക്കാരല്ലേ ഈശോ അറിയാത്തവര്. ഇന്ന് എത്തിയസ്റ്റ് ആയി മാറാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എത്തിയസ്റ്റ് ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടൊരു വലിയൊരു സംഭവമാണെന്നൊക്കെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തില് അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും ഒക്കെ അകന്നു പോയൊരു വലിയ സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അവരിൽ ഓരോരുത്തരേക്കും ആ ഒരു വിളഭൂമിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വിളിയാണ് നമ്മുടെ ഈ മിസ്സിയോയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു വിളി ഏറ്റെടുക്കാം, ഈശോയ്ക്ക് വേണ്ടി സുവിശേഷമാകുവാനും പോകാം. ആമേൻ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ നൽകിയ ഈശോയുടെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്മിത ചേച്ചിയുടെ ഈ ജീവിത സാക്ഷ്യം നമ്മെ ഓരോരുത്തരെയും കോരിത്തെരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ലൈഡ് പ്രസന്റേഷനായി ടോമിച്ചൻ ചേട്ടനെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സ്ക്രീനിൽ കാണാം സഭയുടെ ഏക ദൗത്യം സുവിശേഷ പ്രഘോഷണം. നമ്മൾ പുഷ്പമയിലൂടെയും അതുപോലെ സ്മിതയിലൂടെയും
സുവിശേഷ പ്രഘോഷണത്തിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ചും സാക്ഷ്യം പറഞ്ഞ സ്മിത പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശരിക്ക് സുബോധം പോലും നഷ്ടപ്പെട്ട വിധത്തിൽ സുവിശേഷം ആ ഹൃദയത്തിന്റെ ആ ഒരു ദാഹം അല്ലെങ്കിൽ ആ താല്പര്യം ഒക്കെ നമ്മൾ കേട്ടു. സുവിശേഷം പ്രസംഗിക്കുക എന്നത് സഭയുടെ ഏക ദൗത്യം എന്നിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണെന്ന കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കിവിടെ കാണാം യേശുക്രിസ്തു നൽകിയ മഹാകൽപ്പന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന ഈശോ, അതായത് മരണത്തെയും സാത്താനെയും പരാജയപ്പെടുത്തി അവന്റെ തല തകർത്ത് ഉത്ഥാനം ചെയ്ത് വന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയുക, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. വലിയൊരു വാഗ്ദാനമാണ് നൽകിയത്. ഈ യേശു പറഞ്ഞ ആകയാൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം, നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ, അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു അത് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം എന്നത് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു തന്ന പുഷ്പമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ കേട്ടു. ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. കാരണം ഈ സകല സൃഷ്ടികൾക്കും കർത്താവിന്റെ സുവിശേഷം കേൾക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്തേ മതിയാകൂ എന്ന് ഈശോ നമ്മോട് പറയുക. ഇവിടെ ഏഷ്യയിലെ സഭ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും മൗലികമായ സത്യത്തിൽ നിന്ന്, അതായത് സൃഷ്ടാവിനോടും പരിശുദ്ധാത്മാവിൽ ക്രിസ്തു സാധിച്ച രക്ഷയോടുമുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സമൂഹം ജീവന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് വഴിതെറ്റി അകന്നകന്നു പോവുകയുള്ളൂ. അതായത് യേശുക്രിസ്തുവിനോട് യോജിക്കപ്പെടാത്ത ഒരു ജീവിതവും നേരെ പോകില്ല എന്ന് കൃത്യമായിട്ട് പറയുക. ഇവിടെ നോക്കിയേ, അടുത്ത സെന്റൻസിൽ പറയുന്ന ഇപ്രകാരമാ: മാനസാന്തരത്തിലേക്കും വരപ്രസാദത്തിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള ഒരു വിളി എന്ന നിലയിലുള്ള നവീന സുവിശേഷവൽക്കരണമാണ് കൂടുതൽ നല്ല ലോകത്തിനും കൂടുതൽ പ്രകാശപൂർണമായ ഭാവിക്കും വേണ്ടിയുള്ള യഥാർത്ഥമായ ഏക പ്രത്യാശ. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഈ ഏക പ്രത്യാശ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ കൃത്യമായി പറഞ്ഞു വെക്കുക. നമ്മൾ മുമ്പോട്ട് പോകുക. യേശുക്രിസ്തുവാണ് പൂർണ്ണ പ്രേക്ഷിതൻ, ആദ്യ പ്രേക്ഷിതൻ, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ, വചനം മാംസമായി ഭൂമിയിൽ വന്നവൻ, ഒരു ഗ്രേറ്റ് ഔട്ട്റീച്ച് ഫ്രം ട്രിനിറ്റി. സ്വർഗത്തിൽ നിന്ന് പിതാവിനാൽ അയക്കപ്പെട്ടവനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മോട് വചനം പ്രസംഗിച്ചു. പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമിയിൽ വന്ന് പൂർണ്ണമായി അത് ദൗത്യം നിറവേറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഈശോയുടെ മനുഷ്യകുലവുമായിട്ടുള്ള താതാത്മ്യപ്പെടൽ, അതുപോലെ അവൻ കാണിച്ച അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പഠിപ്പിച്ച പ്രാർത്ഥന, മറ്റു പഠനങ്ങൾ, നമുക്കറിയാം ഗിരിപ്രഭാഷണം ഒക്കെ, ഇതെല്ലാം പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ പാലിക്കുക. നോക്കിയേ, അവിടുന്ന് പറയുക, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, പിതാവിനെ സ്നേഹിച്ച ഈശോ ഇപ്രകാരം പറഞ്ഞുവെങ്കിൽ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇനി ആദ്യ പ്രേക്ഷിതനായ യേശുക്രിസ്തുവിന്റെ തീക്ഷ്ണത നമുക്ക് ഈ വചനത്തിൽ നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം 4:43 കാണുക. ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് ഈ ജനങ്ങളുടെ ഇടയിൽ വലിയ അവന്റെ പ്രവർത്തനങ്ങളിലേക്ക് വലിയ ആകർഷണീയത ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം കൂടെ അവനെ പിടിച്ച് നേതാവാക്കാൻ ശ്രമിച്ചപ്പോ ഈശോ അവരോട് പറയുക, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്.
താൻ ആരാൽ അയക്കപ്പെട്ടുവോ അയക്കപ്പെട്ടതിന്റെ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി മറ്റു പട്ടണങ്ങളിലേക്കും പോകുന്ന യേശുവിന്റെ തീക്ഷ്ണതയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ കണ്ടുമുട്ടിയവരൊക്കെ പ്രേക്ഷിതരാകുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, അന്ത്രയോസ് സ്നാപയോഹന്നാന്റെ അടുത്തു നിന്ന്, സ്നാപയോഹന്നാൻ ഇതാ ലോകത്തിന്റെ ഇതാ കുഞ്ഞാട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഈശോയുടെ പിന്നാലെ യാത്ര തിരിച്ച അന്ത്രയോസ് ഒരു ദിവസം ഈശോയുടെ കൂടെ താമസിച്ചതേ ഉള്ളൂ. ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേന്ന് കാലത്ത് വന്നിട്ട് ശെമയോനോട്, തന്റെ സഹോദരനായ ശെമയോനോട് പറയുക, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, മിശിഹായെ കണ്ടു എന്ന്. അതെ, ഞാൻ ആ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, മിശിഹായെ കണ്ടു എന്ന് പറയാനും മാത്രം എന്ന് പറഞ്ഞാല് ഈശോ ഭൂമിയിൽ വന്ന് സാധ്യമാക്കേണ്ട, അതായത് ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ഈ അന്ത്രയോസ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു ദിവസം അവന്റെ കൂടെ താമസിച്ച് അവനിൽ നിന്ന് കിട്ടിയ അനുഭവം കൊണ്ട് വന്ന് ശെമയോനോട് പറയുക, ഞാൻ ക്രിസ്തുവിനെ കണ്ടുവെന്ന്. നോക്കിയേ, അതുപോലെ തന്നെ ഫിലിപ്പോസ് ഈശോയെ കണ്ടതിന് ശേഷം ഓടി വന്ന് നഥാനിയേലിനോട് പറയുകയാണ്, ദാ നസ്രത്തിൽ നിന്ന്, പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നസ്രത്തിൽ നിന്നുള്ള ജോസഫിന്റെ മകൻ യേശുവിനെ കണ്ടു എന്ന്. അപ്പം പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ബോധവും അറിവുമുള്ള ഒരു ഫിലിപ്പോസ് ആണ് ഇതെന്ന് നമുക്കറിയാം. നഥാനിയേലിനെ കൊണ്ട് ഈശോയുടെ അടുത്ത് ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കിയേ, കണ്ടുമുട്ടിയവരൊക്കെ പ്രേക്ഷിതരാകുന്നത് നമ്മൾ കാണുന്നു. സമരിയാക്കാരി സ്ത്രീ ആണെങ്കിൽ അവള് ഈശോയെ കണ്ടുമുട്ടി യേശു ക്രിസ്തുവിലുള്ള ശക്തി എന്തെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൾ ഒറ്റയോട്ടത്തിന് സമരിയായിൽ പോയി അവളുടെ പട്ടണത്തിലെ സകലരെയും വിളിച്ചു കൊണ്ടുവന്ന് അവരെ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവളും ഒരു വലിയ പ്രേക്ഷിതയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിഷ്യരെ ഈശോ പരിശീലിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. കൂടെ നടന്ന് പഠിപ്പിച്ച് പടിപടിയായിട്ട് സ്വഭാവ രൂപീകരണം നൽകി അവരെ നവീകരിച്ച് ശക്തരായ പ്രഘോഷകരായി അവരെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുക. അവർക്ക് ഭയവും പേടിയും ഭയവും ഒക്കെ ഉണ്ടെന്നറിയാം, അവർക്ക് ഒരു സ്ഥിരതയില്ലെന്നറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും ഈശോരെ പഠിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കുക, അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് മഹത്വീകരണമൊക്കെ കാണിച്ച് അവരെ പഠിപ്പിക്കുകയാണ്, അവരെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഈശോയ്ക്ക് അറിയാം അവർ വലിയ പ്രേക്ഷിതരായി മാറുമെന്ന്. അങ്ങനെ അവരെ പരിശീലിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആദിമ സഭയും നമുക്കറിയാം, എല്ലാവരും മിഷണറിമാരായി മാറുന്നത് കാണുക. യേശുവിനാൽ അയക്കപ്പെടുന്നു. അതുപോലെ യേശു നൽകിയ ദൗത്യം അവർ നിർവഹിച്ചുകൊണ്ട് നാലുപാടും അവർ പോവുക. നമുക്കറിയാം, ശിഷ്യരെ പറഞ്ഞയക്കുന്നുണ്ട്, 72 ശിഷ്യരെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം മിഷണറിമാരാക്കി മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈശോ അവരോട് പറയുക, നമുക്കറിയാം ശിഷ്യന്മാർക്ക് ഒത്തിരി അധികം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് അറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈശോ പിടിക്കപ്പെട്ടു, അതുപോലെ തന്നെ അവൻ മരണപ്പെട്ടു, ഉത്ഥാനം ചെയ്തു, അവൻ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു, അങ്ങനെ എല്ലാം ചെയ്തു. എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നതെന്നൊക്കെ അവര് ഈശോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അവരോട് പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈശോയ്ക്ക് അറിയാം ഈ ബലഹീന മനസ്കരായ ശിഷ്യര് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ അവർക്ക് പ്രഘോഷിക്കാൻ പറ്റില്ല എന്ന് ഈശോയ്ക്ക് അറിയാം. കാരണം അവർക്കൊരു സ്ഥൈര്യവും ധൈര്യവും ഒക്കെ നൽകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം ആവശ്യമാണെന്നറിയാം. അതുകൊണ്ട് അവരോട് പറയുക, അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് പറയുക. ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഈശോ അവരോട് പറയുന്നത് ഇപ്രകാരമാ, ആദ്യം ജെറുസലേമിൽ നാം നമ്മോട് തന്നെ സുവിശേഷം പ്രഘോഷിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മോട് തന്നെ സുവിശേഷം പ്രഘോഷിക്കണമെന്നും നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണമെന്നും ഇവിടെ കൃത്യമായിട്ട് പറയുക. പിന്നെ പറയുകയാണ്, നാമും നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റും, ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയത്തിന്റെ നാടെന്നാണ്, നമുക്ക് ചുറ്റുമുള്ളവർ വിശുദ്ധീകരിക്കപ്പെടണം. ഇനി യൂദയ എന്ന് പറയുമ്പോഴേക്കും ചാർച്ചക്കാരാണ്. നമ്മുടെ കസിൻസിന്റെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാർച്ചക്കാരിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രഘോഷണത്തിൽ ആധികാരികത ഉണ്ടാവും. കാരണം നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടത് ഒരു സാക്ഷ്യമായി അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടു, നമ്മുടെ ചാർച്ചക്കാരും വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് വിജാതിയരുടെ അടുത്തേക്ക് പോകാം. വിജാതിയരുടെ അടുത്തും കൂടെ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ, അവിടെയും ഒരു സാക്ഷ്യമായി തീരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ലോകത്തിന്റെ സകല അതിർത്തികൾ വരെയും പോകും, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുക. പ്രിയമുള്ളവരെ, വചനപ്രഘോഷണത്തിന്റെ ഒരു വലിയ ആഹ്വാനം നമ്മൾ ഇവിടെ കാണുക.
ഇനി ഈശോ നമുക്കറിയാം കൂട്ടായ്മയിൽ നിന്നാണ് അയക്കപ്പെടുന്നത്. പിതാവ് എന്നെ അയച്ചതുപോലെ, നമുക്കറിയാം സഭാ കൂട്ടായ്മയിൽ നിന്ന് ആധികാരികമായി അയക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കാരണം നമ്മൾ ഓരോരുത്തരും ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് ഈശോ അവരോട് പറയുക. അതുപോലെ തന്നെ ഈശോ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം 13-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞുകൊള്ളും എന്ന് പറയുക. അപ്പൊ സുവിശേഷം ജീവിക്കാനും പങ്കുവയ്ക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി തീരാനും ഈശോ ഒരു ആഹ്വാനം അവർക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, മാമോദീസ വഴി നമുക്ക് സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനും ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുക, കടമ ലഭിച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ്. അതുപോലെ തൈലാഭിഷേകത്തിലൂടെ, കൺഫർമേഷനിലൂടെ, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള ധൈര്യവും കൃപയും സ്ഥൈര്യവും ഒക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ഒരു വലിയ തിരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് ഈശോ പറയുക, അസന്നിഗ്ധമായിട്ട് പറയുക. അതെന്തിനാണെന്നറിയോ? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നോക്കിയേ, നമ്മൾ നിലനിൽക്കണം, നമ്മിൽ ഫലം നിലനിൽക്കണം, നമ്മൾ പോയി ഫലം പുറപ്പെടുവിക്കണം, എന്നിട്ട് നമ്മുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മളെ നിയോഗിച്ചിരിക്കുന്നതെന്ന് പറയുക. നോക്കിയേ, നമ്മുടെ ദൗത്യം എത്രയോ വിലപ്പെട്ടതാണ്, എത്ര വിലയേറിയതാണെന്ന് നോക്കിക്കേ. ഇനി ഇവിടെ നമുക്ക് കാണാം, നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് എന്ന്. നമുക്കറിയാം, സുവിശേഷത്തിന്റെ ആനന്ദം എന്ന വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രഥമ അപ്പസ്തോലിക ആഹ്വാനത്തില് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാ: ദൈവജനത്തിലെ എല്ലാ അംഗങ്ങളും മാമോദീസയുടെ ശക്തിയാൽ പ്രേക്ഷിത ശിഷ്യരായി തീർന്നിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ച എല്ലാവരും സഭയിൽ അവർക്കുള്ള സ്ഥാനമോ അവർക്ക് ലഭിച്ച വിശ്വാസ പരിശീലനത്തിന്റെ അളവോ എന്തായിരുന്നാലും സുവിശേഷവൽക്കരണ പ്രവർത്തകരാണ്. അലിസാൻഡി എപ്പോഴും പറയാറുണ്ട്, സുവിശേഷം പ്രസംഗിക്കാതിരിക്കാനാണ് അനുവാദം വേണ്ടത്. സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് മാമോദീസയിലെ അനുവാദം നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പം സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിത ശിഷ്യരാണ്, നമ്മൾ സുവിശേഷം പ്രസംഗിക്കാൻ കടപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ഇനി ആദിമ ക്രൈസ്തവ സഭ, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ജെറുസലേമിൽ വലിയ പീഡനം ഉണ്ടായപ്പോൾ സ്തേഫാനോസ് വധിക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, സ്തേഫാനോസ് വധിക്കപ്പെടുന്നു. ജെറുസലേമിൽ കൊടിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു. ആ കൊടിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയുള്ള പ്രേക്ഷിതരെല്ലാവരും നാലുപാടും ചിതറിപ്പോകുന്നു നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 8-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. ചിതറിക്കപ്പെട്ടവർ എവിടെയോടെ എത്തിച്ചേർന്നോ അവിടെയെല്ലാം അവര് വചനം പ്രസംഗിച്ചുകൊണ്ട് അവര് ചുറ്റി സഞ്ചരിച്ചു എന്നാ പറയുന്നത്. അവർക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ഒരു കുറവും വന്നില്ല. അവരെല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന് വചനം പറയുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസിന്റെ തീക്ഷ്ണത നമുക്ക് കാണാം. ആ പ്രേക്ഷിത പ്രവർത്തനം എത്ര ധൈര്യത്തോടെ, ബോധ്യത്തോടെ, സ്നേഹത്തോടെ സർവ്വ സാഹചര്യങ്ങളിലും. നമുക്കറിയാം, പൗലോസ് പല പ്രാവശ്യം ആ സാക്ഷ്യം പറയുന്നുണ്ട്, അനുഭവിച്ച വേദനകളെ കുറിച്ച് പറയുന്നുണ്ട്, പരീക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇവിടെ പറയുന്നത് നോക്കിയ റോമർ 15:19 പറയും, ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പൂർത്തിയാക്കി എന്ന് പറയുക. അപ്പം നമുക്കറിയാം, പൗലോസ് സഞ്ചരിച്ചത് നമ്മുടെ POC ബൈബിളിന്റെ അവസാന ഭാഗത്ത് ഒരു ചിത്രമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ മൈലുകളാണ് താണ്ടിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പൗലോസിന്റെ തീക്ഷ്ണത നമുക്ക് കാണാം. റോമ 8:35 പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്ന് പറയുക. ഇതൊന്നും കൊണ്ട് ക്രിസ്തുവിന്റെ ആ സുവിശേഷത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഒന്നിനും എന്നെ വേർപെടുത്താൻ പറ്റില്ല എന്ന് പൗലോസ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക. പ്രിയപ്പെട്ടവരെ, ശിഷ്യര് എവിടേക്കൊക്കെ അവർ ചിതറിക്കപ്പെട്ടുവോ അവിടെ ചെന്നിടത്തെല്ലാം അവര് സുവിശേഷാത്മക സമൂഹങ്ങൾക്ക് രൂപം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരിൽ നിന്ന് പുറപ്പെടുന്നത് സുവിശേഷമാണ്. അവർക്ക് നൽകാൻ മറ്റൊന്നുമില്ല. അവർ നൽകുന്ന സുവിശേഷമാണ്. സുവിശേഷത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകളെല്ലാം കൂടെ ഒന്നുചേർന്ന് ഒരു സമൂഹമായി തീർന്നത് നമ്മൾ അവിടെ കാണുക. അങ്ങനെ സഭാത്മക സമൂഹങ്ങൾ രൂപപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദൗത്യം എന്താണ്?
സുവിശേഷം ജീവിക്കുക, പ്രഘോഷിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷം ജീവിക്കാതിരുന്നാൽ, നമ്മൾ ജീവിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രഘോഷിക്കാതിരിക്കുക എന്നാണ്. കാരണം നമ്മൾ സുവിശേഷം ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു പ്രഘോഷണമായി മാറും, നമ്മുടെ ഒരു പൊഞ്ചിരി സുവിശേഷമായി മാറും, നമ്മുടെ ഒരു തലോടൽ സുവിശേഷമായി മാറും, നമ്മുടെ ഒരു ഇടപെടൽ, നമ്മുടെ ഒരു സാന്നിധ്യം സുവിശേഷമായി മാറും. പക്ഷെ നമ്മൾ പ്രഘോഷിക്കാതിരുന്നാൽ അത് നമുക്ക് മാത്രമല്ല ദുരിതം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന്, എന്തിനു പറയുന്നു, ലോകം മുഴുവനിലും ഉള്ള സകല ദുരിതങ്ങൾക്കും കാരണം നമ്മളാണെന്ന് പറയേണ്ടി വരും. കാരണം സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ സ്വതന്ത്രരാക്കപ്പെടണം. അങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ട നമ്മൾ, സുവിശേഷവൽക്കരിക്കപ്പെട്ട നമ്മൾ, വിശുദ്ധീകരിക്കപ്പെട്ട നമ്മൾ മറ്റുള്ളവരിലേക്ക് കടന്നു ചെന്ന് അവരിലേക്കും ഈ വിശുദ്ധി പകർന്നു നൽകുമ്പോൾ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മറ്റൊരാളിലേക്ക് പകരപ്പെടുമ്പോൾ, അങ്ങനെ ലോകം മുഴുവനും യേശുക്രിസ്തുവിന്റെ കണ്ണുകളിലൂടെ പരസ്പരം നോക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ വരുമ്പോൾ ലോകത്തില് ദൈവരാജ്യം കടന്നു വരും. നമുക്കറിയാം, ഈ ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും വചനദാഹികളാണെന്നറിയാം. ആ വചനദാഹികളായ മനുഷ്യര് അവർക്ക് ലഭിക്കേണ്ട വചനം ലഭിക്കാതെ വരുമ്പോ അവർ ക്രുദ്ധരായി മാറുന്നെങ്കിൽ, അവര് എന്താ പറയാ, വചനദാഹം മാറി അവർക്ക് രക്തദാഹം വരുന്നെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ നമുക്ക് മാത്രമല്ല ലോകം മുഴുവനിലുമുള്ള സകല ദുരിതങ്ങളുടെയും കാരണം ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മളാണ് യേശുക്രിസ്തുവിന്റെ വക്താക്കൾ. ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട സമാധാനം, നിങ്ങൾക്ക് ഞാൻ സമാധാനം നൽകുന്നു, ലോകം നൽകുന്ന സമാധാനമല്ല പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലോകത്തിൽ സമാധാനവും വികസനവും ഒക്കെ വരികയുള്ളൂ എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ നാം ചെയ്യുന്നത് എത്രയോ വലിയ തിന്മയാണ് എന്നും ഒന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:16 പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അഹംഭാവം എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തിൽ ഒരിക്കലും വരുത്തേണ്ട ഒരു കാര്യമല്ല. ഇനി പറയുന്നത് ഇങ്ങനെയാ, അതെന്റെ കടമയാ. പ്രിയമുള്ളവരെ, ഉത്തരവാദിത്തമാണെന്നല്ല പറയുക. ഉത്തരവാദിത്തം വേണേൽ മറ്റുള്ളവരെ നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ അപ്പനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമല്ല, അതെന്റെ കടമയാ. കടമ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. വേറെന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം വേറൊരാളെ നമുക്ക് ഏൽപ്പിക്കാം. പക്ഷെ എൻ്റെ അപ്പനെ നോക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പം ആ കടമ മാറ്റാൻ പറ്റില്ല. അതുപോലെ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ കടമയാ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, എനിക്ക് മാത്രമല്ല ലോകം മുഴുവനിലുമുള്ള സകല ദുരിതങ്ങളുടെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ആദിമ ശിഷ്യന്മാരുടെ ഒരു ആവേശം കണ്ടോ? അവർ പറയുക, എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, നമ്മൾ നല്ല സിനിമ കണ്ടാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പോയി പറയുകയില്ലേ, നല്ലൊരു സിനിമയാ, പോയി കാണണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നല്ലൊരു മിക്സി മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി അയൽവക്കത്തുള്ളവരോട് പറയില്ലേ, നല്ലൊരു മിക്സി മേടിച്ചു, നല്ല ഫങ്ഷൻസ് ഉണ്ട്, നിങ്ങളും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതുപോലെ നല്ലൊരു ഉടുപ്പ് മേടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ മറ്റുള്ളവരോട് പറയും. പ്രിയമുള്ളവരെ, നമുക്ക് മാമോദീസായിലൂടെ നൽകപ്പെട്ടതായ ഈ ദൈവിക ജീവനെക്കുറിച്ചും ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറയാൻ എന്തേ നമുക്കൊരാവേശമില്ലായ്മ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാ. നോക്കിയേ, ഇവിടെ പറയുന്നത് കണ്ടോ, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അവർക്ക് മറ്റൊന്നും കൊടുക്കാനായിട്ടില്ലായിരുന്നു, മറ്റൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്കില്ല. അവര് കണ്ടതും കേട്ടതും അനുഭവിച്ചതും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ആവേശം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തോ ഒരു തീക്ഷ്ണതയില്ലാത്ത വിധത്തിലായിരിക്കണം എന്ന് തോന്നുന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് യേശുക്രിസ്തുവിനെ കണ്ട് കേട്ട് അനുഭവിച്ച് ആ തീക്ഷ്ണതയോടുകൂടി മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നുള്ള ജ്വലനത്തിലൂടെ വിശ്വാസം പകർന്നു നൽകാൻ നമുക്ക് കഴിയുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ 135 ഖണ്ഡികയിൽ പറയുക, സുവിശേഷ പ്രസംഗത്തിന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണവും സന്തോഷകരവുമായ ഒരു അനുഭവമാകാൻ, ദൈവവചനവുമായുള്ള ആശ്വാസദായകമായ ഒരു അഭിമുഖീകരണമാകാൻ, നവീകരണത്തിന്റെയും വളർച്ചയുടെയും നിരന്തരമായ ഒരു ഉറവിടമാകാൻ കഴിയുമെന്ന് പറയുക. എന്തിനാ? സുവിശേഷ പ്രസംഗത്തിന്. അപ്പൊ സുവിശേഷം പ്രസംഗിക്കേണ്ടവരായ നമ്മൾ ഇത് ചെയ്യാതിരുന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ആ സുവിശേഷത്തിന്റെ ആനന്ദത്തിന് 136 ഖണ്ഡികയിൽ പറയുക,
പ്രസംഗകനിലൂടെ മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ദൈവമാണെന്നും മനുഷ്യന്റെ വാക്കുകളിൽ കൂടി അവിടുന്ന് തന്റെ ശക്തി പ്രകടമാക്കുന്നു എന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷ പ്രസംഗത്തിലുള്ള നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നവീകരിക്കാം. പ്രിയമുള്ളവരെ നോക്കിയേ, നമ്മിലൂടെ നമ്മുടെ നാവ് നമ്മുടെ അധരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ദൈവമാണ് മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്നത്, ദൈവമാണ് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് ശക്തി ഉണ്ടാവില്ലേ, ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ തന്നെ 150-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ഇന്നും സാക്ഷികളെ ശ്രവിക്കുന്നത് ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാല് ഇന്ന് യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവർ വന്ന് പ്രഘോഷിക്കുന്നത് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പ്രസംഗകരിൽ നിന്ന് അവർ ആധികാരികതയ്ക്ക് വേണ്ടി ദാഹിക്കുകയും അവർ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തങ്ങൾക്കറിയാവുന്നതും പരിചിതവുമായ ഒരു ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ സുവിശേഷ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണി നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ മുമ്പേ പ്രഘോഷിച്ച എന്താ പറയാ, നമ്മുടെ പുഷ്പമ്മ പറഞ്ഞത് നമുക്കറിയാം. ഈശോ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ ജനക്കൂട്ടം നിൽക്കുന്നത് കണ്ടു, അവരെ കണ്ട് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയെന്ന്. പ്രിയമുള്ളവരെ, നമുക്കും ഇതുണ്ടാവണം. യേശുക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ വളരെ പിരിമുറുക്കത്തിൽ കഴിയുന്നവരെ കാണുമ്പോൾ നമുക്ക് അനുകമ്പ ഉണ്ടാവണ്ടേ? നമ്മുടെ ഹൃദയത്തിലും ജ്വലിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഉണ്ടാവണ്ടേ? അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരേണ്ടേ? നമ്മളിൽ നിന്ന് സാക്ഷ്യത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പോകേണ്ടേ? ഇനി ഇവിടെ 151-ാമത്തെ ഖണ്ഡികയിൽ പറയുക, കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്ന ജീവസുറ്റ സ്വതന്ത്രരായ സർഗാത്മകതയുള്ള വ്യക്തികൾ എന്ന നിലയിൽ നമ്മെ ഉപയോഗപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തയ്യാറാണോ? കർത്താവ് നമ്മളെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നമ്മൾ തയ്യാറാണോ എന്നതൊരു ചോദ്യമാ. പ്രിയമുള്ളവരെ, നമ്മെ കീറിമുറിക്കാത്ത വചനവുമായി മറ്റുള്ളവരടുത്ത് പോകരുതെന്നും കൂടി ഇവിടെ ഒരു അർത്ഥമുണ്ട്. നമ്മെ കീറിമുറിക്കുന്ന വചനം, നാം ആ വചനത്തിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ആ വചനം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പാസ് ഓൺ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നിവിടെ പറയുക. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കൃപയാണ്, ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ഇവിടെ രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് മിസ്റ്റർ ജോൺ പോൾ മാർപ്പാപ്പ പറയുക, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ പദവി സ്വന്തം മേന്മകളിൽ നിന്നുള്ളതല്ല, അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേകമായ കൃപയാലാണ്. എന്നിട്ട് പറയുക, ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് രക്ഷകന്റെ മിഷനില് റിഡംതോറിസ് മിസ്സിയോ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു വെക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു കാര്യം കാണാം. ക്രിസ്തുസ് വിവിത് എന്ന് പറയുന്ന ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക ഉദ്ബോധനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുക. അതിന് 4-ാമത്തെ അധ്യായത്തിന്റെ ഖണ്ഡിക തന്നെ, അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ എന്നാണ്. ദൈവത്തിന്റെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമാ. നമ്മുടെ അധരങ്ങൾ വേണം ദൈവത്തിന് സംസാരിക്കാൻ, നമ്മുടെ പാദങ്ങൾ വേണം ദൈവത്തിന് സഞ്ചരിക്കാൻ, നമ്മുടെ കരങ്ങൾ വേണം ദൈവത്തിന് പ്രവർത്തിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധി വേണം, നമ്മുടെ കഴിവ് വേണം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെല്ലാം ഉപയോഗിക്കണം ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ. നിങ്ങളാണ് ദൈവത്തിന്റെ ഇപ്പോൾ. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, അതിന്റെ 254-ാമത്തെ ഖണ്ഡികയിൽ പറയുക, മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ. എനിക്ക് മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുക എന്ന മിഷൻ നമ്മുടെ ജീവിതത്തില്, എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, അതെനിക്ക് എടുത്തു കളയാവുന്ന ഒരു ബാഡ്ജല്ല, അത് ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചാലല്ലാതെ എന്നിൽ നിന്ന് പിഴുതെറിയാൻ കഴിയുകയില്ല എന്ന് പറയുക. എന്നിട്ട് പറയുക, ഞാൻ ഈ ഭൂമിയിൽ ഒരു മിഷനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, യു ഹാവ് എ മിഷൻ എന്നാണ് മുമ്പൊക്കെ പറഞ്ഞിരുന്നതെങ്കിൽ അത് അങ്ങനെയല്ല, യു ആർ എ മിഷൻ എന്ന് പറയുന്ന ഒരു വാക്യം അവിടെ കാണുന്നത്. ഐ ആം എ മിഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ എവിടെ ആയിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയാ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതൊന്ന് നന്നായി തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് എന്താ ലഭിക്കുന്നത് സുവിശേഷ പ്രഘോഷണത്തിലൂടെ? സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമുക്ക് മറുപടി ലഭിക്കുന്നത് സ്വർഗ സൗഭാഗ്യം ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. പിന്നെ ഈ ഭൂമിയിൽ ദൈവരാജ്യം സംസ്ഥാപിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉപകരണമായി തീരും. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
സുവിശേഷ പ്രഘോഷണം എന്താണ്, എങ്ങനെ ആയിരിക്കണം, നമുക്കതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നെല്ലാം ബൈബിളിനെയും സഭയുടെ പ്രബോധനങ്ങളെയും ചാക്രിക ലേഖനങ്ങളെയും അടിസ്ഥാനമാക്കി ആധികാരികമായി തന്നെ നമുക്ക് വിവരിച്ചു തന്ന ടോമിസ് ചേട്ടന് ഒത്തിരി നന്ദി. ഇടയ സന്ദേശത്തിനായി മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മോളെ ജോയ് പിതാവ് വന്നിട്ടില്ല കേട്ടോ. അനൗൺസ്മെന്റ്സ് ആണ്. സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 34 ക്ലാസ്സുകളുള്ള ഫുൾ മിസ്സിയോ കോഴ്സ് എല്ലാ മാസവും കറുകുറ്റി മിസ്സിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജൂൺ 15 മുതൽ 20 വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി 9746917273 9746917273 7012574557 7012574557 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഇടവകകളിൽ കുടുംബ യൂണിറ്റ് നേതൃത്വങ്ങൾക്കും മതാധ്യാപകർക്കും ഒക്കെയായി മിസ്സിയോ ഫുൾ കോഴ്സ് വികാരിയച്ഛന്മാരുടെ അനുവാദത്തോടെ സംഘടിപ്പിച്ചാൽ മിസ്സിയോ ടീം അവിടെ എത്തി കോഴ്സ് നടത്തി തരുന്നതാണെന്ന് അറിയിക്കുന്നു. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും റെസിഡൻഷ്യൽ കോഴ്സ് കൊടുക്കുന്നതിന് മിസ്സിയോ ടീം റെഡിയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിനകത്തോ പുറത്തോ ഏതെങ്കിലും സ്ഥലത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കോഴ്സ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മിസ്സിയോ റിസോഴ്സ് ടീമുമായിട്ട് ബന്ധപ്പെടുക. മിസ്സിയോ വൈബ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മാസവും മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഓൺലൈൻ ന്യൂസ് ലെറ്റർ ആണ്. PDF ഫയലായിട്ടും യൂട്യൂബിൽ ഓഡിയോ ആയിട്ടും നിങ്ങൾക്കത് ലഭ്യമാണ്. നമ്മൾ ഒരു മിഷൻ ആണെന്ന് ബോധ്യം നൽകാൻ ഉതകുന്ന അതിൽ വരുന്ന ലേഖനങ്ങളൊക്കെ എല്ലാവരും വായിക്കാൻ പരിശ്രമിക്കണമേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ നടത്തപ്പെടുന്ന മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ അതാത് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക. അനോണിമസ് ആയ ഒരു മെസ്സേജുകൾക്കും ആരും റെസ്പോണ്ട് ചെയ്യരുത്. മിസ്സിയോ കുടുംബത്തിൽ നിന്നും പണസംബന്ധമായ ഒരു കാര്യത്തിനായും ആരും നിങ്ങളെ വിളിക്കില്ല. അത്തരം കോളുകളോ മെസ്സേജുകളോ ലഭിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ വിവരം അറിയിക്കുകയും നമ്പർ ബ്ലോക്ക് ചെയ്യുകയും വേണമെന്ന് അറിയിക്കുന്നു. വൈൻഡപ്പ് സെഷനായി ഡോക്ടർ AG അഗസ്റ്റിൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 9 ആഴ്ചകളായിട്ട് നാം ഒരുമിച്ച് നിന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ വലിയ സുവിശേഷത്തെ കേൾക്കുകയായിരുന്നു. ആ സുവിശേഷം നാം ഓരോരുത്തരും ജീവിക്കാനായിട്ട്, അത് പങ്കുവയ്ക്കുവാനായിട്ട് നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു 9 ആഴ്ചകളാണ് ഈ കടന്നുപോയത്. വളരെ മനോഹരമായിട്ട് പുഷ്പയും അതിനുശേഷം ഒരു ധരിപ്പിക്കുന്ന തരത്തില് സുവിശേഷ പ്രഘോഷണം നടത്തി തന്റെ ജീവിത സാക്ഷ്യം നമ്മളോട് പറഞ്ഞ സ്മിതയും ഇപ്പോൾ ഏറ്റവും അവസാനം ഇനി ഒന്നും പറഞ്ഞു തരാൻ വ്യക്തതയില്ലാത്ത കാര്യങ്ങളൊന്നുമില്ലാത്ത തരത്തില് നമുക്കൊരു സ്ലൈഡ് പ്രസന്റേഷൻ ടോമിച്ചിനും തന്നു കഴിഞ്ഞതാണ്. ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയും മാത്രമാണ്. നമ്മുടെ ജീവിതം വിശദീകരിച്ചത് കൊണ്ട് മാത്രം ഈ ലോകത്തില് സുവിശേഷവൽക്കരണം നടത്തി എന്ന് പറഞ്ഞ് നമുക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. പകരം
ഓരോ ക്രിസ്ത്യാനിയും അവൻ മാമോദീസ സ്വീകരിച്ചപ്പോൾ തന്നെ കിട്ടിയ പരിശുദ്ധാത്മാവ് അവനിൽ ഉള്ളിടത്തോളം കാലം നാം ഐക്യപ്പെട്ടവരാണ്. നമുക്കൊരു സഭയിലെ അംഗങ്ങളാണ്. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷ പ്രഘോഷണമാണ്. സഭ തന്റെ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു കാര്യമാണെന്ന തരത്തില് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നാം ഇപ്പോൾ ഈ 9 ആഴ്ച കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മളൊരു സുവിശേഷമായിട്ട് മാറുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകത്തിലുള്ള മനുഷ്യരില് യേശുവിനെ അറിയാത്തവരാണ് ഇപ്പോഴും 2/3 ഭാഗവും. അവര് സുവിശേഷം വാങ്ങി ഈ 73 പുസ്തകങ്ങളും വായിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ അറിയും എന്ന് നാം കരുതുന്നെങ്കിൽ അത് മൗഢ്യമാണ്. പകരം യേശുവിനെ അറിഞ്ഞ നമ്മള് ഒരു യേശുവായി മാറുമ്പോൾ ആ നമ്മെ കാണുന്നവൻ 5-ാമത്തെ ഒരു സുവിശേഷം മർക്കോസും ലൂക്കോസും യോഹന്നാനും അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഒരു സുവിശേഷമായിട്ട് മാറും. ആരെങ്കിലും വായിക്കാത്ത ഒരു 5-ാമത്തെ സുവിശേഷമായിട്ട് നാം മാറുമ്പോൾ ഇതാണ് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു പറഞ്ഞത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ദൈവം തന്ന മഹാകൽപ്പന അതാണ്. ഒരു മഹാദൗത്യം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 28 അധ്യായത്തിൽ 18 മുതൽ 20 വരെ വാക്യങ്ങളിലും, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മളോട് സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഒരു മഹാകൽപ്പന തന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഒരു മഹാദൗത്യം നമ്മെ ഏൽപ്പിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാ ജനതകളോടും എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം. ഇവിടെ പറഞ്ഞു, നാം സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ എനിക്കതിന് കഴിവില്ലല്ലോ. സ്മിത തന്റെ ആ ഒരു ടെസ്റ്റിമണിയിൽ പറയുകയായിരുന്നല്ലോ, എനിക്ക് ഹിന്ദിയില് ആ ഭായിയോട് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ദിനകരന്റെ ഒരു പുസ്തകമൊക്കെ ആയിട്ടാണ് പോയതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊരു തീഷ്ണത വന്നപ്പോൾ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചത്? നമ്മളിൽ ചൊരിയപ്പെട്ട ആ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിച്ച് ഒരാളോട് സുവിശേഷം പ്രസംഗിക്കണമെന്നൊരു തീഷ്ണത, ഒരു ആഗ്രഹം വന്നപ്പോൾ 20ഓളം പേരോട് തന്നെ മറന്ന സുവിശേഷം പറയുവാനായിട്ട്, അതും നിരീശ്വരവാദിയായ ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് അവന്റെ ആ ഒരു അനുതാപത്തിന്റെ കണ്ണീരിറക്കുവാൻ തക്ക രീതിയിൽ ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. നാം ഒക്കെ ഐക്യപ്പെട്ടവരാണ്. നമുക്കൊക്കെ ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള കടമയുണ്ട്. അസീസി പുണ്യവാനെ പറ്റി നമ്മൾ കേൾക്കുമ്പോഴേ നമുക്കറിയാം, അസീസി പുണ്യവാന്റെ കൂടെ സഹോദരന്റെ കൂടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അസീസി പുണ്യവാൻ വൈകുന്നേരം തിരിച്ചു വന്നപ്പോഴേ കൂടെ പോയ സഹോദരൻ ചോദിച്ചു, പിതാവേ, നമ്മള് സുവിശേഷം പ്രസംഗിക്കാനാണല്ലോ പോയത്, പക്ഷേ ആരോടും നമ്മളൊന്നും പ്രസംഗിച്ചില്ലല്ലോ. അസീസി പുണ്യവാന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു എന്നാണ് നാം വായിക്കുക. നാം സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കേണ്ടത്? നാം തന്നെ ഒരു സുവിശേഷമായിട്ട് മാറുമ്പോഴേ നമ്മെ കണ്ടുമുട്ടുന്നവരെല്ലാം സുവിശേഷവൽക്കരിക്കപ്പെട്ടവരായിട്ട് മാറും. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാക്കുകൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ ജീവിതം തന്നെയാണ് സുവിശേഷം. അതുകൊണ്ടാണ് സുവിശേഷം ആകുവാനും സുവിശേഷം ഏകുവാനും എന്നൊക്കെ ഭംഗിയായിട്ട് പറയുന്നതല്ലത്. നാം ഒരു സുവിശേഷമാകണം. ദൈവരാജ്യം നിങ്ങളാണ്, നിങ്ങളുടെ ഇടയിലാണ് എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ജീവിക്കാനുള്ളതാണ്. നാം ദൈവരാജ്യമായിട്ട് മാറുമ്പോഴേ, നമ്മളെ വിശുദ്ധീകരിക്കുമ്പോഴേ, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ വിശുദ്ധീകരിക്കുക. അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ദേവാലയത്തിന്റെ
പട്ടണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാടെന്ന് പറയുന്ന ജെറുസലമിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളോട് തന്നെ സുവിശേഷം പ്രസംഗിക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ചാർച്ചക്കാരിലും പിന്നെയാണ് വിജാതിയെല്ലാം, അങ്ങനെ എല്ലാവരിലും എത്തിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ സുവിശേഷവൽക്കരിക്കപ്പെടും. വീണ്ടും പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ, സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു അഹംഭാവത്തിന്റെ കാര്യമൊന്നുമല്ല. അതിന് അഹംഭാവം എടുക്കേണ്ട കാര്യമില്ല. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് മാത്രമല്ല ദുരിതം, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ദുരിതമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള ദുരിതത്തിന്റെ ഒക്കെ കാരണക്കാരൻ നാം ഓരോരുത്തരുമാണെന്ന് പറയുമ്പോഴേ അത് നമ്മളോട് ചോദിക്കാതെ തമ്പുരാൻ ചെയ്തതല്ലേ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവൻ യേശുവിനെ അറിയുവാനും, നമ്മെ കാണുന്നവൻ ആ സമരിയായിലെ ആ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞതുപോലെ നീ പറഞ്ഞത് കൊണ്ടല്ല, നീ പറഞ്ഞവനെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴേ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ നമ്മെ കാണുന്ന കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, പറഞ്ഞില്ല, ഒരു പുഞ്ചിരിയാവാം, ഒരു കലോടലാവാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കുക എന്നതാവാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സുവിശേഷം. അപ്പൊ ഈ 9 ആഴ്ച കൊണ്ട് നമ്മൾ 8 നിത്യസത്യങ്ങളെയും മനസ്സിലാക്കി കഴിഞ്ഞു. 7 സത്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കി. നമ്മൾ വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും ഒരു നിത്യസത്യമാണെങ്കിലും അതിനെ 2ആയിട്ടാണ് നമ്മൾ കേട്ടത്. ഈ സത്യം നമ്മൾ അറിഞ്ഞത് കൊണ്ട് നമ്മളിലുള്ളൊരു വിശദീകരണം ഉണ്ടായാൽ നമുക്ക് കിട്ടിയ ആ വിശദീകരണം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കാൻ വലിയ ഒരു കടമ നമുക്കുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. സ്നേഹമുള്ളവരെ, ഇത് ഇവിടെ അനൗൺസ്മെന്റിൽ പറഞ്ഞതുപോലെ 8 ആഴ്ചകൾ മാത്രം, അല്ലെങ്കിൽ 8 ആഴ്ച കൊണ്ട് 8 ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ കേട്ടത്. 34ഓളം ക്ലാസ്സുകളുള്ള റെസിഡൻഷ്യൽ കോഴ്സ് എല്ലാ മാസവും താമസിച്ച് 6 ദിവസം കൊണ്ട് 5 ദിവസം താമസിക്കുന്ന ഒരു കോഴ്സ് നമ്മുടെ കറുകുറ്റിയിലെ മിസ്യൂർ ഭവനില് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച മുതലാണ് ഈ മാസത്തെ കോഴ്സ്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് നമ്മളുടെ ഈ ഗ്രൂപ്പിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് 20ാമത്തെ ബാച്ചാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ. 21ാമത്തെ ബാച്ച് ഓഗസ്റ്റ് 1-ാം തീയതി തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞ ഈ സത്യത്തെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് പരിചയമുള്ളവരെയും നമ്മുടെ ബന്ധത്തിലുള്ളവരെയും നമ്മുടെ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്കറിയാം. ഈ പഠനമൊക്കെ പരിശീലകരെ പരിശീലിപ്പിക്കുന്നതാണ്. സുവിശേഷം മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ പരിശീലിപ്പിക്കേണ്ടവരെ പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്നവരെയൊക്കെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെയും ചാച്ചക്കാരെയും നമുക്കറിയാവുന്നവരെയും ഒക്കെ ഈ വിസ്യോയുടെ കോഴ്സിലേക്ക്, ഓൺലൈൻ കോഴ്സിലേക്ക് പങ്കെടുക്കുക. ഒരു ആഴ്ചയിൽ 1 മണിക്കൂർ 1.25 മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കേണ്ടി വരുന്നത്. കൂടാതെ ആഴ്ചയിലെ നമ്മുടെ വേർഡ് ഓഫ് ദ ഡേ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സബ് മീറ്റിങ്ങുകളും ഉണ്ട്. എങ്കിൽ പോലും അതിന്റെ സമയം ഒരു നഷ്ടമായി കണക്കാക്കാതെ ഇതിൽ പങ്കെടുക്കുവാൻ നമ്മൾ അനുഭവിച്ച ആ സ്നേഹം നമ്മളിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഓൺലൈൻ കോഴ്സിലെ 21ാമത്തെ ബാച്ചിലെ മാക്സിമം ആളുകളെ ചേർക്കാനും നിങ്ങൾ ഓരോരുത്തരെയും വിശ്വഭവനിൽ നടത്തുന്ന ആ താമസിച്ചുള്ള കോഴ്സിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയുമാണ്. മിസിയോ ടീമിന് വേണ്ടിയിട്ട്, റിസോഴ്സ് ടീമിന് വേണ്ടിയിട്ട് അടുത്ത ആഴ്ചയിൽ നമ്മുടെ കൺക്ലൂഷനാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ കോഴ്സുകളിലൂടെ മിസിയോ കുടുംബത്തിലെ നിങ്ങൾ അംഗമായിരിക്കുന്നു. ഈ ഇതിൽ നിന്ന് ലഭിച്ച ആ ഉൾക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ ദശാംശത്തിലെ ഒരു ചെറിയ അംശം മിസിയോയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനും ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണം. എടുക്കുന്ന കമ്മിറ്റ്മെന്റ് വലുതാവണമെന്നല്ല, നമ്മുടെ വിശ്വസ്തരായിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു നല്ല സ്വഭാവം നമ്മളിൽ രൂപീകരിച്ച് എല്ലാവർക്കും നമ്മൾ അറിഞ്ഞ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കി എല്ലാവരെയും സ്വതന്ത്രരാക്കണം. അതിന്റെ ഇന്നത്തെ ദൈവത്തിന്റെ കൈകള് നമ്മളാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഈ സൊഡാലിറ്റിയുടെ ഒക്കെ അവരുടെ ആ ഒരു പ്രതിജ്ഞയിൽ പറയുന്നുണ്ട്, ദൈവത്തിന് ഇന്ന് പ്രവർത്തിക്കുവാനായിട്ട് കൈകളില്ല, അതുകൊണ്ട് ഞാനായിരിക്കണം ദൈവത്തിന്റെ കൈ. ഫ്രാൻസിസ് മാർപ്പാപ്പ
ആഹ്വാനത്തിൽ പറയുന്നത് അതാണ്. ദൈവത്തിന്റെ ഇപ്പോൾ നിങ്ങളാണ്. അതുകൊണ്ട് നമ്മളിലൂടെ എല്ലാവരിലേക്കും എത്താനായി അത് നമ്മുടെ പുണ്യപ്രവർത്തികൾ മാത്രമാവരുത്, മറ്റേ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സഹായിക്കുന്ന നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കെടുക്കുവാൻ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ചെറുതായിട്ടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് ഈശോയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വഴി നൽകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എടുത്ത ഈ ഒരു കമ്മിറ്റ്മെന്റ് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ടീമിന് വേണ്ടിയിട്ട് എല്ലാവരോടും നന്ദി പറഞ്ഞ് ഈ ലോകത്തിലെ സുവിശേഷം കൊണ്ടുവരാനായിട്ട് എനിക്ക് കടമയുണ്ട്. ആ കടമ ഞാൻ ഇന്നു മുതൽ, നാളെ മുതലല്ല, ഇന്നു മുതൽ എന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ കാണിക്കും എന്നുള്ള ഒരു തീരുമാനമെടുത്ത് നമുക്ക് നല്ല യേശുവിന്റെ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറാം. അതിന് നിങ്ങൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. നാം അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് അഞ്ചാമതൊരു സുവിശേഷമായി മാറുവാനും നമ്മെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം നമ്മിൽ ഈശോയെ കാണുവാനും സാധിക്കണമെന്ന് നമ്മെ ആഹ്വാനം ചെയ്ത അഗസ്റ്റിൻ ചേട്ടന് ഒത്തിരി നന്ദി. സമാപന സന്ദേശത്തിനും ആശീർവാദത്തിനുമായി റെവറൻഡ് ഫാദർ മനോജ് വടക്കേടത്തച്ഛനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മ്യൂട്ട് മാറ്റണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയറാ. വിശേലേറെ സ്നേഹം നിറഞ്ഞവരെ, അനുഗ്രഹീത കൂട്ടായ്മയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹ ആശംസകളും നന്മകളും, പ്രത്യേകിച്ച് ഇന്ന് ഈ ദിനത്തിന്റെ വിമല ഹൃദയ തിരുനാളിന്റെ കാണാതെ പോകുന്ന വസ്തുക്കൾ കണ്ടുകിട്ടുന്ന മധ്യസ്ഥം വഹിക്കാൻ നമുക്ക് ദൈവം തന്ന സ്വർഗീയ വിശുദ്ധനാവുന്ന വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മാധ്യസ്ഥം ഒക്കെ ഞങ്ങൾക്ക് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തിരുഹൃദയ മാസത്തിലാണ് തിരുവചനമാവുന്ന ഈശോയെ അറിയുന്ന, അനുഭവിക്കുന്ന, അറിയിക്കുന്ന ആ വലിയ ദൗത്യ നിർവഹണ ശാഖയിലെ ഏറ്റവും അമൂല്യ നിധികളാണ്, മുത്തുകളാണ് മിശയിലെ ഓരോ വ്യക്തികളെന്ന് അച്ഛൻ അഭിമാനത്തോടെ പറയുകയാണ്. ഒത്തിരി സന്തോഷം. ഈ ഇത്തരണത്തില് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ അച്ഛന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മള് ഈ തിരുഹൃദയ മാസത്തില് തിരുഹൃദയ സമക്ഷം നമ്മളൊന്ന് ചേക്കേറുന്നവരായി മാറുക. തിരുഹൃദയ സമക്ഷം നമ്മൾ മുട്ടുമടക്കുന്നവരും ശിരസ് നമിക്കുന്നവരും തിരുഹൃദയ സമക്ഷം നമ്മളെ സമർപ്പിക്കുന്നവരുമാറാനായിട്ടുള്ള ഒരു ആഹ്വാനം ഈ തിരുഹൃദയ വണക്കമാസത്തിൽ ആത്മാർത്ഥമായിട്ട് കൈക്കൊള്ളുവാനായിട്ടൊരു ചലഞ്ച് തീരുമാനമെടുക്കുക. അതായത് തിരുഹൃദയ സമക്ഷം സമർപ്പിക്കുവാനും തിരുവചനത്തെ സ്പർശിക്കാനും ജപമാലയാൽ കെട്ടപ്പെടാനും വിശുദ്ധ കുർബാനയാൽ അലങ്കൃതമാകാനുമുള്ള ഒരു ജീവിതത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറെ ശ്ലാഘിക്കണം, വിലമതിക്കണം, അതിന് നമ്മൾ വില കൊടുക്കണം. അച്ഛനെ ഈ കൂട്ടായ്മയിൽ പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഒരു അല്പം പ്രാസപ്പിച്ച് പറയുന്നതാണ്. നമ്മൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രാജിവെക്കുക, രണ്ട് ആയുധങ്ങൾ താഴെ വെക്കുക, രണ്ട് ഡോക്ടറേറ്റ് ബിരുദം എടുക്കുക. അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് അച്ഛൻ പറയുന്നതാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രാജിവെക്കണം, രണ്ട് ആയുധങ്ങൾ അടിയറ വെച്ച് കീഴടങ്ങണം, രണ്ട് ഡോക്ടറേറ്റ്. ഈ പ്രായമായി ഇനി നമുക്കിനി എന്ത് ഡോക്ടറേറ്റ് അല്ലേ എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ താഴെ വെക്കേണ്ട രണ്ട് ആയുധങ്ങൾ, സുവിശേഷ പ്രഘോഷകയാണോ പ്രഘോഷകനാണോ, നിങ്ങൾ താഴെ വെക്കേണ്ട രണ്ട് ആയുധമാണ് അളവിന്റെ കോലും വിധിയുടെ വാളും. കാരണം ബൈബിളിൽ ഉടനീളം ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്ത് 3 കൂട്ടം ആൾക്കാർക്ക് ഒരു രക്ഷയും കിട്ടിയില്ല, ഒരു ചൈതന്യം കിട്ടിയില്ല. അവസാനം വരെ തമ്പുരാന്റെ ഏറ്റവും കട്ടിയായ വാക്കുകളാൽ അവരെപ്പോഴും അകറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അതാരൊക്കെയെന്നറിയാലോ? ഫരിസേയർ, സദുക്കേയർ, നിയമിച്ചർ. ഒറ്റ കാര്യമാണ്, അവരുടെ നാവിലും അവരുടെ പ്രവൃത്തിയിലും ഈ അളവിന്റെ കോലും വിധിയുടെ വാളും എന്ന് പറഞ്ഞാൽ, നീ അളന്നാൽ അതേ അളവ് തണ്ടുകൊണ്ട് നീ അളക്കപ്പെടും, നീ വിധിച്ചാൽ അതേ വിധിയുടെ വാളാ നീ വിധിക്കപ്പെടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ സുവിശേഷ യാത്രികരായ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഈ രണ്ട് ആയുധങ്ങൾ അത് താഴെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ രാജിവെച്ച് താഴെ ഇറങ്ങണം. ഒന്ന്, അഡ്വൈസറി ബോർഡിലെ ചെയർമാൻ പോസ്റ്റും അല്ലെങ്കിൽ ഉപദേശക സമിതിയിലെ ചെയർമാൻ പോസ്റ്റും
അല്ലെങ്കിൽ മറ്റു പറഞ്ഞ അഡ്വൈസറി ബോർഡിലെ ചെയർമാൻ പോസ്റ്റും അഡ്വൈസറി ബോർഡിലെ മെമ്പർഷിപ്പും നമ്മളൊന്ന് രാജിവെക്കണം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ലീസ്റ്റ് ഏറ്റവും ആക്ഷേപിക്കപ്പെടുകയും ഏറ്റവും അവഹേളിക്കപ്പെടുന്നതാണ് ഈ ഉപദേശിക്കുന്നവരെയാണ് അഡ്വൈസ് ചെയ്യുന്നവർ. അതുകൊണ്ട് ഈ രണ്ട് മേഖലയെ നമ്മളൊന്ന് രാജിവെക്കുന്നത് നല്ലതാ. അഡ്വൈസ് ഇപ്പൊ നമ്മളില്ല ഫ്രാൻസിസ് അസീസിയും സഹോദരനും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമാകുന്നിടത്ത് അത് ഉപദേശമായിട്ടില്ല പറയുന്നത്, ഒരു ഇംപ്രൂവ്മെന്റ് സ്റ്റേറ്റ്മെന്റ് 10+1 എന്ന് പറയാറുണ്ട്. നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നന്മകൾ പറയും, നന്മകളിലൂടെ അത് പതിനൊന്ന് അല്ലെങ്കിൽ നന്മകൾ പറഞ്ഞിട്ട് ഈ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. അപ്പോൾ ഇങ്ങോട്ട് പറയും ചെയ്യാൻ കേട്ടോ, നീ ചെയ്യണമെന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോയി അത് പ്രവർത്തിക്കത്തില്ല. മറിച്ച് ഈ കാര്യം കൂടെ ചെയ്താലോ, അപ്പൊ അത് കംപ്ലീറ്റ് അല്ല സെന്റൻസ്. അത് നമ്മൾ ആരെയാണോ എന്താണ് ഉദ്ദേശിച്ചത് ആൾ ഇങ്ങോട്ട് പറയും ഞാൻ പരിശ്രമിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ. അതുകൊണ്ട് ഈ ഒരു കാര്യമാണ് ഇനി എടുക്കേണ്ട ഡോക്ടറേറ്റ് എന്താ? നമ്മളില് രണ്ട് വാസനയുണ്ട്, ഒരു ദൈവിക വാസനയുണ്ട്, ഒരു മാനുഷിക വാസനയുണ്ട്. അല്ലെങ്കിൽ ഒരു ദൈവിക പ്രവൃത്തിയുണ്ട്, ഒരു മാനുഷിക പ്രവൃത്തിയുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടറേറ്റ് എടുക്കണം. എത്ര പ്രായം കൂടിയാലും എത്ര റിട്ടയർമെന്റ് ആയാലും പേടിക്കേണ്ട, ഈ രണ്ട് ഡോക്ടറേറ്റ് എല്ലാ ദിവസവും നിങ്ങൾ കരസ്ഥമാക്കണം. ആ ഡോക്ടറേറ്റിന്റെ ബിരുദാന സർട്ടിഫിക്കറ്റ് ഇതാണ്: ഒന്ന്, അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ; രണ്ട്, അഭിനന്ദിക്കുന്ന കാര്യത്തിൽ. അനുഗ്രഹിക്കുക എന്നുള്ളത് നിന്നിലെ ദൈവിക പ്രവൃത്തിയും അഭിനന്ദിക്കുക എന്നുള്ളത് നിന്നിലെ മാനുഷിക പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇതെല്ലാം തേരാട്ടെ, എന്ത് ചെറിയ കാര്യം തൊട്ടാണ് വലിയ കാര്യമാണെങ്കിലും ഈ അവിടെ നമ്മളോടൊപ്പം ആണെങ്കിലും ഒന്ന് തോളെ തട്ടി, ഒന്ന് ഒരു ചെറു കരം കൊടുത്ത് മോനെ നന്നായിരിക്കുന്നു, ദൈവാനുഗ്രഹമാകട്ടെ, ഒരു അനുഗ്രഹം കൊടുക്കുക, രണ്ട് അഭിനന്ദനം കൊടുക്കുക. ഏറ്റവും നമ്മൾ കൊടുക്കേണ്ട ഒരു സുവിശേഷ പ്രഘോഷമാണ് അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക. അപ്പൊ ഈ ഒരു ബിരുദാനന്ദ വരുന്നത് അത് ഉച്ചരിച്ചപ്പെടുന്നതിൽ പോലെ പറയാൻ പറ്റണം. ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എന്നെ കവച്ചു വെക്കാൻ ഞാൻ ആരെ അനുവദിക്കുന്നില്ല എന്ന് കൊച്ചുരസ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലപാട് നമുക്ക് ഈ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ എന്നെ കവച്ചു വെക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. നമ്മളറിയാതെ 8-ാം തീയതി കഴിഞ്ഞു ഈ ജൂൺ 8-ാം തീയതി നമ്മൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആവശ്യിക്കുകയാണ്. മറിയം ത്രേസ്യയുടെ ഒരു ആപ്തവാക്യം കൂടെ പറഞ്ഞ നിർത്തുകയാണ്: നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക, പകരം കർത്താവിന് ഹൃദയം ചോദിച്ചു വാങ്ങുക. അതുകൊണ്ട് ഈ തിരുഹൃദയ മാസം ഒരു തിരുഹൃദയ ട്രാൻസ്പ്ലാന്റേഷന്, തിരുഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നമുക്ക് മുതിരാം, നമുക്ക് തയ്യാറെടുക്കാം. അപ്പം വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ ദാനം. അനുഗ്രഹീത സഹോദരങ്ങളെ, നമുക്ക് ശിരസ് നമിക്കാം. തിരുവചനമാവുന്ന ഈശോയെ അറിയുന്നു, അനുഭവിക്കുന്നു, അറിയിക്കുന്നു. ഈ ഒരു രക്ഷാകര ദൗത്യത്തിൽ നിങ്ങളുടെ ജീവിതം തുടർന്നു പോകട്ടെ. അതുകൊണ്ട് തിരുഹൃദയ സമർശനം, നിങ്ങളുടെ ഭവനങ്ങളെ തിരുഹൃദയമൊക്കെ ഒന്ന് മനോഹരമാക്കുക. അവിടെയുള്ള അനാവശ്യ സാധനങ്ങളൊക്കെ മാറ്റുക. നമ്മുടെ ഭവനത്തിനൊരു പവർ സ്പോട്ട് ഉണ്ട്, ഭവനത്തിനൊരു പവർ ബാങ്ക് ഉണ്ട്. നിങ്ങളുടെ തിരുഹൃദയ പ്രതിഷ്ഠ വെച്ചിരിക്കുന്നതാണ് വീടിന്റെ പവർ ബാങ്കും. നിങ്ങളുടെ മെയിൻ ഡോർ കവാടം തുറക്കുമ്പോൾ നിങ്ങളുടെ സൈറ്റ് എവിടെ പതിയുന്നു അതാണ് വീടിന്റെ പവർ സ്പോട്ട്. ആ വീടിന്റെ പവർ സ്പോട്ടിന് മെയിൻ ഡോർ തുറന്നകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ സൈറ്റ് എവിടെയാണ് പതിയുന്നത് അതാണ് പവർ സ്പോട്ട്. ഈ പവർ സ്പോട്ടിൽ ഒരു കരുണയുടെ രൂപവും പവർ ബാങ്ക് തിരുഹൃദയവും യോസേപ്പിതാവ് മാതാവും തൊട്ട് അതിന് താഴെ ഒരു ബലിപീഠം, പരിശുദ്ധ ലയോ മാർപ്പാ പറഞ്ഞില്ലേ, നമുക്കെല്ലാവരുടെയും ഭവനങ്ങളിലും മുറികളിൽ പോലും ഒരു ബലിപീഠം ഉണ്ടാണ്. ആ ബലിപീഠം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബൈബിൾ പ്രതിഷ്ഠ വെക്കുക. അവിടെ ഒരു ബൈബിൾ പ്രതിഷ്ഠ അച്ഛൻ പറഞ്ഞ പോലെ മോനെ ബലിപീഠം തൊടാതെ, ബലിപീഠം ചുംബിക്കാതെ, ബലിപീഠത്തിന് മുട്ടുമടക്കാതെ അച്ഛനൊരു യാത്ര ആരംഭിച്ചു. ഒരിക്കലും ഒരു യാത്രയുടെ ആശ്രമത്തിൽ നിന്ന് ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുമടക്കി ബലിപീഠം ചുംബിച്ചാൽ അത് ആരംഭിക്കാറില്ല. തിരിച്ച് ആശ്രമത്തിലേക്ക് ദൈവം അനുവദിച്ച് കയറ്റിയാൽ തിരിച്ച് അവിടെ വന്ന് മുട്ടുകൊത്തി ബലിപീഠം ചുംബിച്ച് അച്ഛൻ ഇങ്ങനെ ഏതോ പറയും കൂടെ ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം. ഒരിക്കൽ കൂടി നമുക്ക് ശിരസ് നമിച്ചുകൊണ്ട് ദൈവകർമ്മങ്ങളിലേക്ക് നമുക്ക് കർത്താവ് ഇന്ന് ദൈവം നമുക്കായി അനുവദിച്ച നല്ല വ്യക്തിത്വങ്ങള്, മാതൃകാ ജീവിതങ്ങള്, സാക്ഷ്യങ്ങള്, അവരൊക്കെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ അവൾക്കൊരു പുണ്യവാളത്തെയും അവനൊരു പുണ്യവാളനുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു പുണ്യവാളനായി കൂടാ എന്ന വിശുദ്ധരുടെ ജീവിത മൊഴികൾ വായിച്ചപ്പോൾ ഹോസ്പിറ്റൽ ബെഡിനായി കിടക്കുന്ന മനുഷ്യൻ, ബെഡ് റെസ്റ്റ് പറഞ്ഞ മനുഷ്യൻ ചാടി എണീറ്റ് ഹോസ്പിറ്റലിൽ ഇറങ്ങി ഓടിയുന്ന, നമുക്കറിയാലോ കാലിൽ ആക്സിഡന്റ് മറ്റേ വെടിയേറ്റ് ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന കാലായിരുന്നു. ആ മനുഷ്യന് ആരെയും കോസ്റ്റാക്കാതെ ഒരു ചലഞ്ച് എടുത്ത് ഇറങ്ങി ഓടിയുന്ന, അദ്ദേഹം ജീവിച്ചതും മുടന്തനായിട്ട് മരിച്ചതും മുടന്തനായിട്ട് അദ്ദേഹം ഏറ്റവും വലിയ മനുഷ്യനായി മാറിയത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. നമുക്കും ഒരു ചലഞ്ച് ഉണ്ടാകട്ടെ. ആ ചലഞ്ച് നിങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമാകാൻ ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മറിയത്തിന്റെയും യോസേപ്പ് പിതാവിന്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും നാം ഓരോരുത്തരുടെയും പേരിന്റെ കാരണബോധരായ വിശുദ്ധരുടെയും
നാം ഓരോരുത്തരുടെയും സന്തത സഹചാരെ കൂടെ നടക്കുന്ന കാവൽ മാലാഖയുടെ, നാം ഓരോരുത്തരുടെയും മാതൃ ഇടവക ദേവാലയ വിശുദ്ധരുടെ, വിശേഷം നാം ഓരോരുത്തരും പ്രത്യേകമായി മാധ്യസ്ഥം തേടുന്ന ഓരോ വിശുദ്ധരുടെയും വളരെ പ്രത്യേകമായിട്ട് ഈ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള യാത്ര നമ്മെ ഒരുക്കുന്ന, ഈശോയുടെ തിരുഹൃദയം പ്രാപിപ്പാനും തിരുഹൃദയത്തിൽ ഇടം പിടിക്കാനും ഉള്ള ഒരു ഇടമാണ്, ഒരു വഴിവിളക്കാണ്, വഴിത്താരയാണ്, ഒരു ഗോവണിയാണ് അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏൽപ്പിച്ച തിരുഹൃദയത്തിലാണ്. അപ്പൊ ആ തിരുഹൃദയത്തിലേക്കുള്ള സമർപ്പണത്തിലേക്കും വിമല ഹൃദയം വഴിയായി ഉണ്ടാവുന്ന ഒരു യാത്രയ്ക്കും ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും ഉപകരണമാകട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിത്യം പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവാനുഗ്രഹമായി. വളരെ മനോഹരമായി 2 ആയുധം താഴെ വെച്ച് 2 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജിവെച്ച് 2 ഡോക്ടറേറ്റുകൾ നേടാനായിട്ട് നമ്മെ ഉത്തേജിപ്പിച്ച അച്ഛന്റെ വാക്കുകള്, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം മാറ്റിവെച്ച് ഈശോയുടെ ഹൃദയം സ്വീകരിക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇത്രയും മനോഹരമായി ഞങ്ങൾക്ക് ഇത് വിവരിച്ചു തന്ന അച്ഛന് ഒത്തിരി നന്ദി. ഇന്നത്തെ നമ്മുടെ ഈ സെഷനെ വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ സാധിച്ച ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരു സുവിശേഷമായി മാറുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ സുവിശേഷം ഞാനാണെന്ന് തെളിയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന ഗാനത്തിനായി സക്രിയ ചേട്ടനെ ക്ഷണിക്കുന്നു. ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനുന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനുന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കൈക്കുഞ്ഞായി പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും. പ്രൈസ് ദി ലോർഡ്.